നൂറിൽ പരം സീറ്റുമായി അധികാരത്തിലെത്തുമെന്നാണ് തരം കിട്ടിയാൽ വി ഡി സതീശൻ പറയാറുള്ളത്. പിന്നെ എന്തിനാണ് യു ഡി എഫ് വിപുലീകരണം? 100 സീറ്റ് പിടിക്കാൻ കെൽപ്പുണ്ടെങ്കിൽ അത് പങ്കിട്ടെടുത്താൽ പോരെ? മുന്നണിയിലേക്ക് ആളുകൾ എത്തുന്നത് പ്രതിപക്ഷ നേതാവ് വിസ്മയം പോലെ സ്വപ്നം കാണുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ മുന്നണിയെയും കൊണ്ട് അധികാരം പിടിക്കുകയെന്നത് നടക്കാത്ത ആഗ്രഹമാണെന്ന് സതീശൻ തന്നെ സമ്മതിക്കുകയാണ്. മുന്നണിയിലേക്കുള്ള ക്ഷണം ജോസ് കെ മാണി ആവർത്തിച്ച് നിരസിച്ചു. എന്നിട്ടും പിന്നാലെ നടക്കുന്നത് പി ജെ ജോസഫും കൂട്ടരും പോരാ എന്ന തോന്നൽ കലശലായി ഉള്ളതുകൊണ്ടല്ലേ? മറ്റു പാർട്ടിക്കാരുടെ പിറകെയുള്ള നടത്തം മുന്നണിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുമെന്ന് മോൻസ് ജോസഫിന് പരസ്യമായി പറയേണ്ടി വരുന്നു. കേട്ടുപരിചയം പോലുമില്ലാത്ത നേതാക്കളെയും പാർട്ടികളെയും വരെ ഒപ്പം കൂട്ടുന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മറ്റൊരു വിസ്മയം. മനസ്സിൽ RSSനെയും പേറി നടക്കുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരനെ UDFൽ എടുത്തെന്ന് പ്രഖ്യാപിച്ചത് ഇതേ പ്രതിപക്ഷ നേതാവാണ്. ക്ഷണം ചന്ദ്രശേഖരൻ പുറംകാലിന് തട്ടിക്കളയുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു വി ഡി സതീശന്. സതീശൻ കൊണ്ടുവന്ന അൻവർ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ED വിളിപ്പിക്കുമ്പോഴൊക്കെ അവരുടെ ഓഫീസിൽ കയറി ഇറങ്ങുകയാണ്. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് നെയ്യാറ്റിൻകരക്കാരൻ ശെൽവരാജിനെ കോൺഗ്രസ്സുകാരനാക്കിയ ആ ഒടിവിദ്യ കാലുമാറ്റ രാഷ്ട്രീയത്തിൻ്റെ ജീർണമുഖത്തെ വെളിവാക്കിയെങ്കിൽ അതുപോലെയൊന്ന് ഇന്നും കണ്ടു. 3 ടേം CPIM MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമൊക്കെയായിരുന്ന ഐഷ പോറ്റി ശെൽവരാജിൻ്റെ പാതയിലൂടെ കോൺഗ്രസ്സുകാരിയായി. പാർലമെൻ്ററി ജീവിതമില്ലാതെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമെന്നാണ് ഐഷ പോറ്റി സ്വയം വെളിവാക്കുന്നത്. 2 ടേം പൂർത്തിയായവർ മാറി നിൽക്കണമെന്ന CPIM തീരുമാനത്തോടെയാണ് ഐഷ പോറ്റി കൊട്ടാരക്കര MLA അല്ലാതായത്. അതോടെ ഐഷ പോറ്റിക്ക് CPIMനോട് വിരക്തിയായി. ഒടുവിൽ വി ഡി സതീശൻ്റെ വിസ്മയത്തുമ്പത്ത് ചേക്കേറി കോൺഗ്രസ്സുകാരിയായി. കൊട്ടാരക്കര സീറ്റാണ് ആ ഡീലെന്ന് ആർക്കും മനസ്സിലാവും. ആദ്യം പറഞ്ഞ ആ സംശയത്തിലേക്ക് മടങ്ങിപ്പോകാം. 100ൽ പരം സീറ്റുമായി UDF അധികാരത്തിലെത്തുമെന്ന് പറയുന്ന വി ഡി സതീശൻ പറയണം, പിന്നെ എന്തിന് ഈ ചാക്കിട്ടുപിടുത്തം? ഉള്ളിലെ അങ്കലാപ്പ് വെളിവാകുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIM, സേനാപതി വേണു കോൺഗ്രസ്, A സജീവൻ മാധ്യമപ്രവർത്തകൻ. ഞാൻ ആദ്യം അഡ്വക്കേറ്റ് സേനാപതി വേണുവിലേക്ക്. ശ്രീ സേനാപതി, ഇപ്പോൾ ചോദിച്ചതുപോലെ ഇങ്ങനെ എപ്പോഴും പറയുന്നയാളാണ് 100+ പ്രതിപക്ഷ നേതാവ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും നോക്കൂ. പക്ഷേ അതേസമയം മുന്നണി വിപുലീകരിക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളവരെ കൊണ്ട് ആ ശേഷിയിൽ എത്താൻ കഴിയില്ല എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു ലളിത യുക്തി? ഈ പറഞ്ഞതുപോലെ ആരെയൊക്കെയാണ് അദ്ദേഹം സമീപിച്ചത്, ക്ഷണിച്ചത്, കൊണ്ടുവന്നത്, മുന്നണിയിലേക്ക് കയറാതെ ഇറങ്ങിപ്പോയത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. 100ൽ പരം സീറ്റ് കിട്ടുമെന്ന് നിങ്ങൾ ജനങ്ങളോട് പറയുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് മുന്നണി വിപുലീകരിക്കുന്നതിന് വലിയ തോതിൽ പരിശ്രമിക്കുന്നത്? അതായത് ഈ മുന്നണി അൺഫിറ്റ് ആണെന്നല്ലേ അതിനർത്ഥം? മുന്നണി വിപുലീകരിക്കുന്നതിന് ഞങ്ങൾ ആരുടെയും പുറകെ ഒന്നും നടക്കുന്നില്ല. ആർക്കെങ്കിലും UDFിന്റെ ആശയവുമായിട്ട് ചേരാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേരാം എന്ന് മാത്രം. ഇനി 100 എന്നുള്ളത് ഞങ്ങൾ 120 125 ഒക്കെ ആയിക്കോട്ടെ. അല്ല, 100 എന്നുള്ളത് വേണ്ടെന്ന് 120 വരെ ആയിക്കോട്ടെ. ആ 120 ആകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കൂടുതൽ ആളുകളെ ചേർത്ത്. സേനാപതി, 2001 AK ആന്റണി ജയിച്ച് അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസിന് എത്ര MLA മാർ? പിന്നീട് ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിലെത്തുമ്പോൾ അന്നുകൊണ്ട് 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിഗംഭീര വിജയം UDFനുണ്ടാകുന്നു. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ കണക്കുകൂട്ടി 100ൽ പരം സീറ്റാണ്. ഇന്ന് 100ൽ പരം പറയുന്നില്ല, എപ്പോഴും 80 കഷ്ടിയാണ്, മനോരമയടക്കം, മലയാള മനോരമയടക്കം. എന്നിട്ട് 2010 തദ്ദേശ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ കഷ്ടി മുഷ്ടി 2 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിലാണ് വന്നത്. പിന്നീട് ശെൽവരാജിനെ കൂടെ ക്യാമ്പിൽ കയറ്റിയപ്പോഴാണത് 3 ആയത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ എണ്ണം, കോൺഗ്രസിൻ്റെ MLA മാരുടെ എണ്ണം ഇങ്ങനെ പടിപടിയായി കുറയുന്ന ഒരു സമയമാണ്. താങ്കൾ 120 ഒക്കെ പറയുമ്പോൾ പറഞ്ഞോളൂ. അല്ല, ഞങ്ങൾ ഇനി ഇപ്പൊ 100ലധികം 100+ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് ഒരു 10-20 വർദ്ധിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതിനുള്ള സാഹചര്യം ഞങ്ങൾ ആരായുന്നു എന്നുള്ളതാണ്. സ്വപ്നം കാണാം, അതിലൊന്നും പ്രശ്നമില്ല, അത് എല്ലാവരുടെയും അവകാശമാണല്ലോ. അല്ല, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ അപ്പുറത്തുള്ളവർ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് വരെ ഞങ്ങളുടെ കൂടെ ഇല്ലാത്തവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണല്ലോ. കൊട്ടാരക്കരയിൽ അങ്ങ് സൂചിപ്പിച്ച പോലെ 3 വട്ടം MLA ആയിരുന്ന ശ്രീമതി ഐഷ പോറ്റി ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നത്. 3 വട്ടം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ദീർഘകാലം CPMന്റെ നേതാവും അല്ലെങ്കിൽ CPMനെ നയിച്ച ഒരാൾ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ചേരുന്നു എന്ന് ചോദിച്ചാൽ
അധികാരമോഹം അവിടെ സത്യത്തിൽ നിൽക്കട്ടെ. സേനാപതി അല്ല സത്യത്തിൽ അല്ല സേനാപതി അധികാരമോഹം അതിലെന്തെങ്കിലും ഒരു പ്രത്യേകത പറയാനുണ്ടോ? കാരണം ഐഷ പോറ്റി MLA സ്ഥാനം വീണ്ടും മത്സരിക്കാൻ കൊടുക്കാത്ത കാലം മുതൽ പിണങ്ങി നടക്കുകയാണെന്നുള്ളത് നാട്ടിൽ പാട്ടായ കാര്യമില്ലേ? CPIM-ന്റെ ജില്ലാ കമ്മിറ്റിയിലോ മറ്റോ അവർ അംഗമാണ്. ആ കമ്മിറ്റികൾക്കൊന്നും പോകാറില്ല. നിരന്തരം വിട്ടുനിന്നുകൊണ്ട് അവർക്ക് തന്നെ ആ കമ്മിറ്റിയിൽ നിന്നൊക്കെ അവരെ ഒഴിവാക്കേണ്ടി വന്നു. MLA പണി ഇല്ല എങ്കിൽ, പാർലമെൻ്ററി ജീവിതം ഇല്ല എങ്കിൽ, പൊതുപ്രവർത്തനമില്ല എന്ന് വെളിപ്പെടുത്തിയ ഒരു സ്ത്രീയല്ലേ അവർ? അപ്പോൾ ഇത് എത്രയോ കാലമായി കൊല്ലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾ പറയുന്ന പോലെ ഒരു 100+ൻ്റെ ഏത് തരം കോൺട്രിബ്യൂഷനാണ്? ഞാൻ ചോദിക്കുന്നത്, ഇനി അധികാരത്തിന്റെ ഒരു ആഗ്രഹം കൊണ്ടോ ഇല്ല അങ്ങ് സൂചിപ്പിച്ച പോലെ ആർത്തി എന്ന പദം കൊണ്ടോ ആണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ ജയിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഞങ്ങൾ ജയിക്കാൻ പോകുന്നവരാണ് എന്ന് ബോധ്യമുള്ളതുവരും കൊണ്ടാണല്ലോ ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നത്. ഏതായാലും അങ്ങനെ ആവണമെന്നുണ്ടോ? അപ്പുറത്ത് സീറ്റ് കിട്ടില്ല, എനിക്ക് മത്സരിച്ചേ പറ്റൂ, എനിക്ക് വീണ്ടും MLA ആകണം എന്ന് പറയുന്ന തരത്തിൽ മത്സര രംഗത്തേക്ക് വരണം എന്നൊരാൾ അദമ്യമായി ആഗ്രഹിക്കുന്നു. അപ്പുറത്ത് സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പാകുന്നു. മാത്രമല്ല പാർട്ടിയുമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏറെ അകന്നു നിൽക്കുന്നു എത്രയോ കാലമായി. നോക്കൂ, 3 ടേം MLA നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്ത് അംഗം അവർ തന്നെ പറയുന്നു 2000 മുതലാണ് സജീവമായി രാഷ്ട്രീയത്തിലേക്ക്. എനിക്ക് അങ്ങനെ വലിയ രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങളുടെ വേദിയിൽ പറഞ്ഞതാണ് ഞാനീ പറയുന്നത്. എന്നിട്ടും ആ പാർട്ടി CPIM അവരെ പാർലമെൻ്ററി രംഗത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 2 ടേം കഴിഞ്ഞവർ മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ മാറി നിന്ന് എത്രയോ നേതാക്കൾ, ഇപ്പോൾ തോമസ് ഐസക് അടക്കം എത്ര പ്രധാനപ്പെട്ട ആളുകൾ മാറി നിൽക്കുന്നു, മറ്റു ഉത്തരവാദിത്തങ്ങളുമായി പോകുന്നു. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വിശാലാർത്ഥം മനസ്സിലാകാത്ത ഒരാളാണ് എന്നുകൂടി അതിനർത്ഥമില്ലേ? സ്വാഭാവികമാണ്, UDF-ന് നന്നായി ചേരും. അല്ല, വിശാലാർത്ഥം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതർത്ഥത്തിലായിക്കോട്ടെ, ഏതായാലും ഞങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണല്ലോ ഈ 3 വട്ടം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നയാള്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ അപ്പുറം കൊട്ടാരക്കര ടിക്കറ്റാണ് അവരുടെ ഇപ്പോഴത്തെ ആവശ്യം. ഞാൻ പറഞ്ഞു മനസ്സിലായി. ശരി, ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അല്ല, ഒന്ന് ശരത്തെ, നിങ്ങളുടെ രാഷ്ട്രീയം പാളുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇതേ രീതിയിൽ 3 വട്ടം ദേവികുളത്ത് ജയിച്ചയാളാണ് S. രാജേന്ദ്രൻ. CM മണിക്കൊപ്പം KK ജയചന്ദ്രനൊപ്പം അവരെക്കാൾ സീനിയറായി. കാരണം ജയചന്ദ്രൻ 3 വട്ടം ജയിച്ചു, M മണി 2 വട്ടം ജയിച്ചു. ഇത് 3 വട്ടം ജയിച്ചയാള് ഇപ്പൊ BJP പാളയത്തിലാണ് ചേക്കേറിയിരിക്കുന്നത്. അപ്പൊ കുഴപ്പം എവിടെയാണ്? കുഴപ്പം അത് നിങ്ങളുടെ ഉള്ളിലാണ്, അല്ലെ നിങ്ങളിലാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. ഞങ്ങൾ മുന്നണിയെ വിപുലപ്പെടുത്തും. ഞങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, കോൺഗ്രസിന്റെ ആശയവുമായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അത് ഞങ്ങളോടൊപ്പം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കും എന്ന് വിചാരിച്ചപ്പോൾ ആരെയെങ്കിലും പുറകെ നടന്ന് ചാക്കിട്ട് പിടിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ജയിക്കാൻ പോകുന്നവരാണ് എന്നുള്ള ആ വിശ്വാസം വന്നതുകൊണ്ട് CPM-ൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ ആളുകൾ ഞങ്ങളിലേക്ക് വരുന്നു. മുന്നണി വിട്ട് തന്നെ ചിലർ പോരാൻ. ഏതായാലും ഒരു മിനിറ്റ് കൂടെ എനിക്കിത്, ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന കേരള കോൺഗ്രസ് മാണിയുമായി അവരിൽ നിന്ന് ആരെങ്കിലും UDF-ലേക്ക് പോരാൻ ആഗ്രഹിക്കുന്നു എന്നൊരവസരം, ഒരു ആഗ്രഹം അത് പുറത്ത് പ്രകടിപ്പിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. ഇപ്പം CPI എന്ന് പറയുന്ന ഒരു പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ള വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ ചർച്ചയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ മുന്നണിയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് ബോധ്യമുള്ള ഒരു കക്ഷി ഞങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരുമായിട്ടോ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയുടെ പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഈ രാഷ്ട്രീയ സംഭവ വികാസം. അത് UDF-ന് ഗുണകരമായിട്ട് വരും. ഞങ്ങൾ 100+ അല്ല 120ലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ സംജാതമാകാൻ പോകുന്നു. ശരത്തെ, 1.5 അല്ലെങ്കിൽ 2 മാസം. എൻ്റെ സംശയം എൻ്റെതെന്നല്ല, ഇതൊക്കെ കാണുന്ന ഏതൊരാൾക്കും തോന്നും, നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇത്ര വലിയ ശക്തി ഉണ്ടെങ്കിൽ, 100-ൽ പരം സീറ്റ് പിടിക്കാൻ കെൽപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പങ്കിട്ടെടുത്താൽ പോരെ. എന്നാൽ പോലും അതിനകത്ത് സീറ്റ് ആഗ്രഹിക്കുന്നവർ, ഈ രാപകൽ പണിയെടുക്കുന്നവർ, നമ്മൾ പറയാറില്ലേ, വെള്ളം കോരുകയും വിറവ് വെട്ടുകയും പോസ്റ്റ് ഒട്ടിക്കുകയും ചെയ്ത മനുഷ്യർക്ക് കൊടുക്കാവുന്ന സീറ്റുകളൊക്കെ ഇങ്ങനെ വന്നു കയറുന്നവർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ പറയുന്നു 100-ൽ പരം സീറ്റ് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അങ്ങ് പങ്കിട്ടെടുത്താൽ പോരെ. ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിനെ സൈഡാക്കി നിങ്ങൾ ജോസ് കെ മാണിയെയും ആ പാർട്ടിയും ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സീറ്റുകൾ എവിടെയാണ് സെറ്റിൽ ചെയ്യുക? LDF-ൽ നോക്കൂ, അവർ എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്. ഇനി സാങ്കല്പികമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, ആ പാർട്ടി വന്നാൽ ആ പാർട്ടിക്ക് ആ നിലയിൽ നിങ്ങൾക്ക് 100-ൽ പരം സീറ്റ് കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാണ് അവരുടെ ആവശ്യം? നിങ്ങൾക്ക് ആ സീറ്റ് കൂടി ആരുടെയൊക്കെ അവിടുന്ന്, ഏതായാലും 140 സീറ്റ് വർദ്ധിക്കാൻ പോകുന്നില്ലല്ലോ. ഏതോ ഒരു പത്രം എഴുതിയതുപോലെ അവർക്ക് വേണ്ട സീറ്റ് കൊണ്ട് മലപ്പുറത്ത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഏതോ ഒരു പത്രം അതിവിചിത്രമായി അങ്ങനെ എഴുതുന്നത് കണ്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നേ. ഞാൻ വരാം ശ്രീ സേനാപതി. ഞാൻ കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ താങ്കൾ അവരിൽ ആരൊക്കെയോ ചർച്ച നടത്തി എന്ന നിലയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആത്യന്തികമായി ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന നേരം, ശ്രീ സജീവൻ, ഞാൻ താങ്കളിലേക്കാണ്. നമ്മുടെ മുമ്പിലുള്ള ഒരു ബോധ്യമുള്ള വിവരം എന്താണ്? ജോസ് കെ മാണി ആ നീക്കത്തെ നിരസിക്കുകയല്ലേ, ആവർത്തിച്ച് നിരസിക്കുകയല്ലേ? KC വേണുഗോപാൽ വരെ സ്വാഗതം ചെയ്തു.
പക്ഷേ അങ്ങനെ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരതിനനുസരിച്ച് വരുന്നില്ല, വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോഴാണോ അവർ ആ മുന്നണിയിൽ നിൽക്കുകയല്ലേ എന്ന നിലയിലേക്ക് അല്പം മയപ്പെടുത്തി അഭിപ്രായം പറയുന്ന നിലയുണ്ടായത്? അതിലെ മന്ത്രിമാർ, MLA മാർ ശക്തമായി നിലപാട് സ്വീകരിക്കുന്നില്ലേ? 2, ഇന്നലത്തെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ സമരമാണ്. കേരളത്തിൻ്റെ അവകാശത്തിന് വേണ്ടി ചെയ്ത ആ സമരത്തിൽ ആ MLA മാരൊക്കെ പങ്കെടുത്തില്ലേ? ജോസ് കെ മാണി പങ്കെടുക്കാതിരുന്നതിനെക്കുറിച്ച് ഇന്ന് ക്ലാരിറ്റിയോടെ വൈകിട്ട് വിശദീകരിച്ചില്ലേ? അപ്പോൾ UDF വല്ലാതെ മോഹിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റ് കക്ഷികളെ, മറ്റ് നേതാക്കളെ? അതിനർത്ഥം ആ മുന്നണി, ഞാൻ ചോദിച്ച പോലെ എവിടേക്കോ അൺഫിറ്റ് ആണെന്ന് അതിനെ നയിക്കുന്ന നേതാക്കൾക്ക് തന്നെ തോന്നുന്നു എന്നൊരു പ്രശ്നമുണ്ടോ ശ്രീ സജീവൻ? ഞാൻ അദ്ദേഹത്തിലേക്കാണ് ശ്രീ സജീവനെ കൂടി പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓഡിയോ ഞാൻ പറഞ്ഞത് അവിടേക്ക് കിട്ടുന്നില്ല എന്ന മട്ടാണ് മനസ്സിലായത്. ശ്രീ സജീവൻ കേൾക്കാമോ? റൈറ്റ്. ഞാൻ ശ്രീ സേനാപതിയിലേക്ക് വരാം. ശ്രീ സേനാപതി, ഇത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ വിധത്തിലാണ് കേരള കോൺഗ്രസ് എമ്മിനകത്തെ പൊളിറ്റിക്സ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ ആവർത്തിക്കണ്ടല്ലോ, താങ്കൾ കേട്ടല്ലോ. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പറയുന്നത്? ആ പാർട്ടിയുടെ ചെയർമാൻ്റെ കൃത്യമായ പ്രതികരണം ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി എല്ലായിടവും വന്നിട്ടുണ്ടല്ലോ ശ്രീ സേനാപതി. ആ ചെയർമാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങ് നോക്കിയായിരുന്നു? നോക്കിയില്ലെങ്കിൽ ഒന്ന് നോക്കണം. അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്ത് തുടരുമെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോ പറഞ്ഞിട്ടുള്ളതാണ്? മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോ? മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ആഴ്ചകൾക്ക് മുമ്പ് സേനാപതി, അതായത് 13-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ശേഷം ഇവിടുത്തെ ഈ UDF-ന് വേണ്ടി ഇത്തരമൊരു കൊട്ടേഷൻ വർക്ക്, അത്തരം ചില വിമർശനങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത്തരം ഒരു കൊട്ടേഷൻ വർക്ക് ഏറ്റെടുത്ത മാധ്യമ രീതികളിൽ നിന്ന് ഇത്തരമൊരു പ്രൊപ്പഗൻഡ രൂപപ്പെട്ടപ്പോൾ തന്നെ ജോസ് കെ മാണി സംസാരിച്ചു, സ്റ്റീഫൻ ജോർജ് സംസാരിച്ചു, അതിലെ MLA-മാർ സംസാരിച്ചു, റോഷി അഗസ്റ്റിൻ എന്ന മന്ത്രി സംസാരിച്ചു, ചീഫ് വിപ്പ് ആയിട്ടുള്ള അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ ഇത് അതാണ് നിരവധി തവണ നിരസിച്ചു എന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഴുത്തിൽ നമ്മൾ കാണുന്നത് ശ്രീ ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്ത് ഞങ്ങൾ തുടരുമെന്നുള്ളത് മുമ്പ് പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേരള കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. അത് വളരെ പ്രധാനമാണ്. അടിയിൽ ഒരിടത്തും അദ്ദേഹം പറഞ്ഞില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ഇടതുപക്ഷത്ത് തന്നെ തുടരുമെന്ന് പണ്ട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞല്ല, അതായത് ഡിസംബർ മാസത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം എത്ര ദിവസമായി? പുതുവർഷം ആരംഭിച്ചിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ. കഴിഞ്ഞ മാസം നടത്തേണ്ടി വന്ന വിശദീകരണത്തെയാണ് പറഞ്ഞത്. നിരവധി തവണ പറഞ്ഞു. അല്ല, ഇന്ന് പറഞ്ഞില്ല. അല്ല, അത് വിശദീകരിച്ചു, താങ്കൾ തന്നെ വിശദീകരിച്ചു. നോ, സേനാപതി തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, ജോസ് കെ മാണി തന്നെ പറയുന്നു, മുൻപ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇടതുമുന്നണിയുടെ ഭാഗമാണ്. പക്ഷെ ഇന്ന് പറഞ്ഞിട്ടില്ല. എന്നും പറയണോ? കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഇന്ന് പറഞ്ഞിരിക്കുന്നത് കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നാണ്. മുമ്പ് പലതവണ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇടതുപക്ഷത്ത് തുടരുമെന്ന്. പക്ഷേ ഇപ്പൊ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇടതുപക്ഷത്ത് തുടരുമെന്നല്ല, ഇപ്പൊ കേരള കോൺഗ്രസ് ഒന്നിച്ച് മുന്നോട്ട് പോകും എന്നുള്ള. കേരള കോൺഗ്രസ് ഒന്നിച്ച് മുന്നോട്ട് പോകട്ടെ. ആ കാര്യം ഞങ്ങൾ സേനാപതി അതിനെ ട്വിസ്റ്റ് ചെയ്യരുത്. സേനാപതി തന്നെ ആ പോസ്റ്റ് വായിച്ചിട്ട് പറഞ്ഞ എന്താണ്? മുൻപ് പലതവണ ഇടതുമുന്നണിയുടെ ഭാഗമാണ് തങ്ങൾ എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ഇന്ന് ഓർമ്മിപ്പിച്ചാൽ ക്ലിയർ അല്ലേ അർത്ഥം? ഞാൻ ശ്രീ സജീവൻ, താങ്കളത് ഇന്ന് സാഹചര്യം മാറി നിൽക്കുകയാണ്. കാരണം ഇന്ന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും കാണിക്കുന്നു 3 പേര് അദ്ദേഹത്തോടൊപ്പം, 2 പേരും മാറി നിൽക്കും. എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ശ്രീ സജീവൻ ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. കാര്യത്തിലേക്ക് നിൽക്കുമ്പോൾ ശ്രീ സജീവൻ, ഈ സേനാപതിയുടെ ഈ വാദത്തിന് കോൺഗ്രസിന് ഒരു വലിയ മോഹമുണ്ട്. ജോസഫ് ഗ്രൂപ്പിന് വലിയ വിയോജിപ്പ് അതിനകത്തുണ്ട്. മൗൺസൊക്കെ വളരെ സജീവവും പരസ്യവുമായി ഇന്ന് അക്കാര്യത്തിലുള്ള ഡിസ്പ്ലഷർ അറിയിച്ചിട്ടുണ്ട്. പി ജോസഫ് നേരത്തെ തന്നെ പറഞ്ഞു. ഇപ്പോൾ സേനാപതി പറഞ്ഞ പോലാണെങ്കിൽ പി ജോസഫിൻ്റെ അസന്തുഷ്ടി, എതിർപ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ജോസ് കെ മാണി ഇന്നലത്തെ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയായി. അതിനെ ഡെവലപ്പ് ചെയ്താണ് മാധ്യമങ്ങൾ UDF ക്യാമ്പിനെ സഹായകരമായ വിധത്തിൽ കൊണ്ടുവന്നെത്തിച്ചത്. ആ ഘട്ടത്തിൽ ജോസ് കെ മാണി വിശദീകരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിന് ഇടയിൽ പലതവണയായി ഇത്തരം ഒരു പ്രചാരണം കൊണ്ടുവന്നപ്പോൾ തന്നെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് LDF-നകത്ത്. അതാണ് ഈ പോസ്റ്റിൽ ആവർത്തിച്ച് തുടക്കത്തിൽ തന്നെ പറയുന്നത്. സേനാപതി ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് അതിന് അദ്ദേഹം കൊടുക്കുന്നൊരു വ്യാഖ്യാനം താങ്കൾ ശ്രദ്ധിച്ചല്ലോ. ഈ കോണ്ടെക്സ്റ്റ് ശ്രീ സജീവനെ പോലൊരു ജേർണലിസ്റ്റ്, മാധ്യമപ്രവർത്തകൻ എങ്ങനെയാണ് കാണുന്നത്?
ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മാണി ഗ്രൂപ്പിൻ്റെ നിലപാട് വളരെ കൃത്യമായിട്ടും അവർ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഏത് ഭാഗത്ത് നിൽക്കുന്നു, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ടും ജോസ് കെ മാണി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താ പ്രശ്നം? അതിൽ സംശയത്തിൻ്റെ പ്രശ്നമേ ഇല്ലല്ലോ. ജോസ് കെ മാണി ഞങ്ങൾക്ക് ഇടതുപക്ഷത്തോട് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയോട് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നിമിഷം വരെ ജോസ് കെ മാണിയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആരെങ്കിലും ഏതെങ്കിലും നേതാക്കന്മാരോ ഈ സംഭവത്തിൽ ഞങ്ങൾക്ക് ഇടതുപക്ഷത്തോട് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ അവർ ഈ നിലപാട് ഇടതുപക്ഷം എടുക്കുന്ന നിലപാടിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പിന്നെ പി ജെ ജോസഫ് സ്വാഭാവികമാണ്. അദ്ദേഹത്തിന് ജോസ് കെ മാണിയുടെ നിലപാടുകളെ എതിർക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാടാണ്. അത് അദ്ദേഹത്തിന് എടുക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അത് എടുത്തിട്ട് അതിനോടാണ് യോജിപ്പ്, അല്ല ജോസ് കെ മാണിയുടെ നിലപാടിനോട് യോജിപ്പ് എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ, പാർട്ടി പ്രവർത്തകർക്ക് തീരുമാനിക്കാമല്ലോ. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോസ് കെ മാണി എടുത്ത നിലപാട് അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇതാണ് അതിലെ സേനാപതി. അദ്ദേഹം അതിലൊരു വ്യക്തതയാണ്, യാതൊരു സംശയവും വേണ്ട, വരുത്തിയിട്ടുള്ളത്. അത് ഇന്നലത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ടാവട്ടെ ഒക്കെ പറയുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനകത്ത് ഒറ്റക്കെട്ടോടെ ആ പാർട്ടി മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ ഒന്ന് കണ്ടു നോക്കാം. യഥാർത്ഥത്തിൽ ശ്രീ സേനാപതി, UDF അല്ലേ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ഈ രൂപത്തിലേക്ക് മുന്നണിക്ക് പുറത്തേക്ക് വിട്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം? അത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? ആ പൊസിഷൻ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചവരല്ലേ അവർ. ശ്രീ കെ എം മാണി എന്താണ് പറഞ്ഞത് അവരുടെ ചരൽക്കുന്ന് ക്യാമ്പിൽ? UDFനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ തുടർച്ചയിലല്ലേ ജോസ് കെ മാണി ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? ആ നിലപാടിലല്ലേ അദ്ദേഹം തുടരുന്നത്? ആ പാർട്ടിയുടെ മന്ത്രി അതല്ലേ പറയുന്നത്? പിന്നെ മാധ്യമങ്ങൾ ഇതിനകത്ത് ഭിന്നതയുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നതും പറയുന്നതുമായ ഒരു ഭാഗം ആണോ UDFൻ്റെ ഇക്കാര്യത്തെ വലിയ പ്രതീക്ഷ? അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് PJ ജോസഫിൻ്റെ പാർട്ടിയിലുള്ള ശേഷിയില്ലായ്മ നിങ്ങൾ സമ്മതിക്കുക കൂടിയല്ലേ? ഞാൻ ശ്രീ കെ എം മാണി അന്ന് പറഞ്ഞത്, UDFനെ കുറിച്ച് പറഞ്ഞത് ഒന്ന് കാട്ടാം താങ്കളിലേക്ക് വരും മുമ്പ്. കേരള കോൺഗ്രസ് എമ്മിനെ ദുർബലപ്പെടുത്തുക എന്ന ഗൂഢലക്ഷ്യത്തോടെ പാർട്ടിയെയും പ്രത്യേകിച്ച് പാർട്ടി ലീഡറെയും കടന്നാക്രമിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ പാർട്ടി ഗൗരവത്തോടെ കാണുന്നു. മുന്നണി ബന്ധങ്ങളിൽ പാലിക്കപ്പെടേണ്ട രാഷ്ട്രീയ മര്യാദകൾക്കും നീതിബോധത്തിനും വിരുദ്ധമായ നടപടികൾ മൂലം, സമീപനം മൂലം മുന്നണി ദുർബലപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിയിലെ ഘടകകക്ഷികൾക്കും ആത്മപരിശോധനയ്ക്കും സ്വയം വിമർശനത്തിനും ഒരവസരം നൽകുന്നതിന് കൂടി മേൽപ്പറഞ്ഞ പാർട്ടിയുടെ ഈ തീരുമാനം സഹായിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. അപ്പോൾ UDF വിട്ടുമാറി ഒരു സ്വതന്ത്ര ബ്ലോക്കായിരിക്കുവാൻ ഇതുമൂലം പാർട്ടി തീരുമാനമെടുക്കുകയാണ്. ശ്രീ സേനാപതി, കേരള കോൺഗ്രസ് എം പ്രവർത്തകരുടെ നേതാക്കളുടെ മനസ്സിൽ ഇത് മുതൽ ഇങ്ങോട്ട് വരുന്നൊരു രാഷ്ട്രീയം ഉണ്ടാവില്ലേ? അവർ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പൊടുന്നനവെടുത്ത തീരുമാനമല്ല. UDFിനകത്ത് കോൺഗ്രസ്, വിശേഷിച്ച് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള UDF കൺവീനറൊക്കെ പിന്നീട് അങ്ങോട്ടെടുത്ത തീരുമാനത്തെക്കുറിച്ച് കെ എം മാണി പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ അക്കാലത്ത് എന്താണ് ശ്രീ ജോസ് കെ മാണി പറഞ്ഞിട്ടുള്ളത്? കണ്ടു നോക്കൂ. വരാം സാർ, വരാം. അല്ല, ഇതിപ്പോൾ ജോസ് കെ മാണിയെ സൈഡ് ലൈൻ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, പക്ഷേ ഇത് മാണി സാർ ഉള്ളപ്പോൾ തന്നെ ഈ ശ്രമങ്ങൾ നടന്നു. പക്ഷേ ആ ശ്രമങ്ങൾ പലപ്പോഴും അത് പരാജയപ്പെട്ടിട്ടുണ്ട്.
മാണി സാർ എന്നുള്ള വ്യക്തിക്ക് അത് മാനേജ് ചെയ്ത് അല്ലെങ്കിൽ അവരെ മാണി സാറിനെ പരാജയപ്പെടുത്തുവാനോ അവർ പ്രതീക്ഷിച്ച രീതിയിൽ കോൺട്ര ചെയ്യാനോ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. ജോസ് കെ മാണി പുറത്താക്കിയതാണോ ജോസ് കെ മാണി സ്വന്തമായിട്ട് UDF എന്ന് അല്ല, ഇപ്പോൾ ഇതിനകത്ത് വിട്ടാസെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്താണ് വൈറ്റലായിട്ടുള്ള കാരണം? നമ്മൾ പത്രങ്ങളെല്ലാം വന്നത് ഒരു ലോക്കൽ ബോഡി പദവി. ആ ലോക്കൽ ബോഡി പദവിക്ക് വേണ്ടി കേരള ചരിത്രത്തിലെടുക്കുക, ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ലോക്കൽ ബോഡി പദവിക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പതിറ്റാണ്ടുകളൊപ്പം നിന്ന ഒരു മുന്നണിയിൽ നിന്ന് പുറത്താക്കിയത്? ജോസ് കെ മാണിയോട് ഒന്ന് ക്ലാസ് റൂമിൻ്റെ പുറത്തേക്കാൻ പറഞ്ഞു കുറച്ച് നേരത്തേക്കിന്. അത് കഴിഞ്ഞ് നിങ്ങളെ ക്ലാസ്സിലേക്ക് തിരിച്ചു വിളിക്കാമെന്ന് അവർ കൃത്യമായിട്ട് പറയും ചെയ്യും. അല്ല, ജൂൺ 29 2:15 മണിക്ക് UDFൻ്റെ കൺവീനർ വെറുതെ കാഷ്വലായിട്ട് പറഞ്ഞതല്ല, എഴുതി വായിച്ച സ്റ്റേറ്റ്മെൻറ്റാണ്. കേരള കോൺഗ്രസ് എം UDFൽ ഇനി തുടരാൻ അർഹതയില്ല. ശ്രീ സേനാപതി, ഈ രാഷ്ട്രീയ ചരിത്രം അത് നിങ്ങളുടെ മുമ്പിലുള്ളതാണ്. എന്ത് മറുപടി പറയും? അല്ല, ആദ്യം അങ്ങ് കേൾപ്പിച്ചത് മാണി സാർ പറഞ്ഞത്, അതിനുശേഷം മാണി സാർ ഈ മുന്നണിയിൽ വരികയും ഒന്നിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്തതാണ്. മാണി സാറിന്റെ മരണത്തിന് ശേഷം പാലാ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിൽ ഉണ്ടായ ഒരു ഇഷ്യൂ, ചിഹ്നം കൊടുക്കാതെ ഇരിക്കുന്ന കേൾക്ക് ഇഷ്യൂ ശേഷം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി മാണി ഗ്രൂപ്പും അന്ന് ജോസഫ് ഗ്രൂപ്പും തമ്മിൽ ഉണ്ടായ എന്താ പറഞ്ഞ ഒരു ധാരണ, അത് UDFന്റെ സാന്നിധ്യത്തിൽ എടുത്തതാണ്. അവസാനത്തെ 1 വർഷമാണ് 2 വർഷമാണ് ടൈം ഞാൻ ഓർക്കുന്നില്ല. അത് എന്താ പറഞ്ഞ, അത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം മാണി ഗ്രൂപ്പിൽ നിൽക്കുന്ന സെബാസ്റ്റ്യൻ കൊളത്തുങ്കലിന് വേണ്ടിയാണ് ആ തീരുമാനത്തിന് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കണം എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ തീരുമാനം എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഞാൻ പറഞ്ഞത്, അന്ന് UDFന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെയും അന്നത്തെ പ്രധാനപ്പെട്ട UDF നേതാക്കളുടെയും എല്ലാം സാന്നിധ്യത്തിൽ എടുത്ത ഒരു തീരുമാനമാണ്. വളരെ ജോൺ ബ്രിട്ടാസുമായിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ എത്ര കാഷ്വൽ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല, അത് കേരളത്തിലെ UDF നേതൃത്വം ദീർഘമായി ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ ഭാഗമായി ആദ്യത്തെ ടേം മാണി ഗ്രൂപ്പിന്റെ പ്രതിനിധിക്ക് ശേഷം അടുത്ത ടേമിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാമെന്നുള്ളത് വളരെ സുവ്യക്തമായി ഉണ്ടാക്കിയ ഒരു ധാരണയാണ്. ആ ധാരണ പാലിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ജോസഫ് മുന്നണി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു, കാരണം നിങ്ങളുടെ സാന്നിധ്യത്തിൽ എടുത്തൊരു തീരുമാനമാണ്, ആ തീരുമാനം പാലിക്കപ്പെടുന്നില്ല എന്ന് വന്നപ്പോഴാണ് അങ്ങനെ ഒരു അസ്വാരസ്യം അതിൻ്റെ അകത്ത് ഉണ്ടാവുകയും പിന്നീട് തുടർന്നുള്ള കാര്യങ്ങൾ ബെന്നി ബെഹനാന്റെ പ്രഖ്യാപനവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജോസ് കെ മാണി പറഞ്ഞ പോലെ അത്ര നിർദോഷമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ പേരിലല്ല, മറിച്ച് സംസ്ഥാന UDF നേതൃത്വം, എല്ലാ പ്രധാനപ്പെട്ട കക്ഷികളും UDFന്റെ നേതാക്കന്മാരും ഈ 2 നേതാക്കളെ വിളിച്ചിരുത്തി അവരെടുത്ത ഒരു തീരുമാനം, ആ തീരുമാനം പാലിക്കാത്ത ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴാണ് UDFന് സ്വാഭാവികമായും ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിർബന്ധിതമായത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത് വർത്തമാനകാല രാഷ്ട്രീയമാണ്. സജീവൻ സാറ് പറഞ്ഞതിനോട് ഞാൻ ഒരു കൂട്ടിച്ചേർക്കൽ, അദ്ദേഹത്തിന്റെ അഭിപ്രായം അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം പറയും. ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ തുടരുന്നു എന്ന പഴയ തീരുമാനമാണ്. നാളെയും ഞങ്ങൾ ഇടതുമുന്നണിയിൽ ഉണ്ടാകും എന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടില്ല, അദ്ദേഹം അത് പറയുകയുമില്ല. ശ്രീ അനിൽകുമാർ, അല്പം വൈകിയാണ് താങ്കൾ ഈ ചർച്ചയിലേക്ക് എത്തിയത്. പക്ഷേ സേനാപതി പറഞ്ഞതിൻ്റെ ഒരു ക്രക്സ് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് LDFൽ തുടരുമെന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടില്ല എന്ന മട്ടിലൊരു വ്യാഖ്യാനമാണ് അദ്ദേഹം ഇന്ന് ജോസ് കെ മാണിയുടെ FB പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ ജോസ് പലതവണയായി ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങൾ ഇങ്ങനൊരു വലിയ പ്രചാരണം കൊണ്ടുവന്നപ്പോഴൊക്കെ നേരിട്ട് തന്നെ കൈരളിയോടക്കം സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, UDFൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കി എന്ന് പറയുന്ന ജോസ് കെ മാണി അടക്കം മുന്നോട്ട് വെച്ച വിമർശനം ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നു എന്നൊരു പ്രശ്നം ഇതിനകത്തില്ലേ? 2, KM മാണി തന്നെ UDFിനകത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം കേരള കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് വളരെ പരസ്യമായി മുൻപ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുന്നണി മാറ്റവും ഇടതുമുന്നണിക്കൊപ്പം ചേർന്നതുമായ സാഹചര്യം. ഏതെങ്കിലും തരത്തിൽ അവരെ കാത്തു നിൽക്കുന്ന ഒരു UDF ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട് കേരളത്തിൽ, VD സതീശൻ. അവരുടെ പ്രതീക്ഷ അസ്ഥാനത്താകുമോ അതോ പൂവണിയുമോ? ശ്രീ അനിൽകുമാർ. യഥാർത്ഥത്തിൽ UDF എന്ന് പറയുന്നത് ഭയപ്പെട്ട്
അധികാരം നഷ്ടപ്പെട്ടതോടെ ഭ്രാന്തെടുത്ത നിലയ്ക്ക് ഭയപ്പെട്ട് എന്തും ചെയ്യുന്ന മാനസികാവസ്ഥയായിരിക്കുകയാണ്. UDF നേതാക്കന്മാർ ഭാവിക്കുന്നത് ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ ജയിച്ചു എന്നാണ്. പക്ഷേ അവർക്കറിയാം സംഗതി അത്ര എളുപ്പമല്ല. കേരളത്തിലെ LDF സർക്കാരിനെ അട്ടിമറിക്കുന്ന പണി അത്ര എളുപ്പമല്ല. ആളുകളുടെ കണ്ണിൽ കാണുന്ന ഈ നേട്ടങ്ങളൊക്കെ മൂടിവെക്കാനോ വികസനം മൂടിവെക്കാനോ ഒന്നും അത്ര എളുപ്പമല്ല എന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഭയങ്കരമായി വിസ്മയം കാണിക്കാൻ പോവാണ്. വലിയ ഡയലോഗാണ് ഇതൊക്കെ. കനകോലും എഴുതി കൊടുക്കുന്നതാണ്. പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക്. പിന്നെന്താ വിസ്മയം? ഈ കനകോലും ഇല്ലായിരുന്നോ ഹരിയാനയിൽ? ഈ കനകോലും ഇല്ലായിരുന്നോ ഡൽഹിയിൽ? നിങ്ങൾ വിസ്മയം പറയുമ്പോൾ മറ്റന്നാൾ മകരസംക്രമം ഒന്ന് കഴിഞ്ഞാൽ ആ ബീഹാറിലെ മൊത്തം കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോകാൻ പോവുക. അപ്പോൾ കേരളത്തിൽ മാത്രം വിസ്മയം മതിയോ? കേരളത്തിലെ വിസ്മയം മുസ്ലിം ലീഗാണ്. ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ദയനീയമായി തോറ്റു. കേരളത്തിലെ തദ്ദേശത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ ഈ കോൺഗ്രസ് പാർട്ടി ജയിച്ചത്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഗതിയുണ്ടോ? അതുകൊണ്ട് അധികാരത്തിൻ്റെ പങ്ക് ഒരു മതരാഷ്ട്രീയക്കാർക്ക് നൽകി പാപപങ്കിലമായ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഈ കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിലെ ജനങ്ങൾ കൈയൊഴിയുമെന്ന് നല്ല ധാരണ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അവരെന്താണ്? അവരെന്നാൽ LDFനെ ഒന്ന് ദുർബലമാക്കി കളയാമോ? ഇന്നത്തെ LDF ഉണ്ടാകും മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ കേരളം ഇതേപോലെ തന്നെ എത്രയോ തവണ ഭരിച്ചിട്ടുണ്ട്. 87 ഞങ്ങളെങ്ങനെയാണ് ഭരിച്ചത്? അതാ പിന്നെ 89 ബഹുമാനപ്പെട്ട PJ ജോസഫ് അന്ന് VS അച്യുതാനന്ദൻ ഒരു കേസിനകത്ത് അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞപ്പോൾ ആ പ്രതികാരത്തിനൊരു പോക്ക് പോയല്ലോ. ഞങ്ങൾക്ക് ഇല്ലാണ്ടായോ? തകർന്നങ്ങ് പോയോ? 2009 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തോൽവി 2010 പഞ്ചായത്ത് ഇലക്ഷനിലായിരുന്നു. പിന്നെ എത്രയോ വട്ടം LDF അധികാരത്തിൽ വന്നു. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനെ തകർക്കാൻ വേണ്ടിയുള്ള ഇത്തരം കുതന്ത്രങ്ങളൊക്കെ ഞങ്ങൾ പണ്ടേ കണ്ടിട്ടുള്ളതാണ്. അതിനൊന്നും കേരളം ചെവി കൊടുക്കാൻ പോകുന്നില്ല. ഇവിടെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ, ഇന്നലെ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസിൻ്റെ 5 MLAമാർ മുഖ്യമന്ത്രിക്കൊപ്പം സമരത്തിൽ അതിൻ്റെ പടം പങ്കുവെച്ചുകൊണ്ട് തുടരുമെന്ന് രാവിലെ പറഞ്ഞാൽ, പത്രസമ്മേളനം നടത്തി വളരെ രോഷത്തോടെ മാധ്യമങ്ങളോട് പറഞ്ഞാൽ ഈ വ്യാജ വാർത്തയ്ക്ക് വസ്തുതയുണ്ടോ? അടിത്തറയുണ്ടോ? എന്തെല്ലാം നുണയാണ് കനകൂലം ഉണ്ടാക്കുന്നത്? ഇതാ സോണിയാഗാന്ധി ചർച്ച നടത്തി. സോണിയാഗാന്ധി ആ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭണ്ഡാരിയായിട്ട് ചർച്ച നടത്തിയതിൻ്റെ കേട് തീർന്നിട്ടില്ല. പിന്നെ ജോസ് കെ മാണിയെപ്പോലുള്ള മാന്യതയുള്ള രാഷ്ട്രീയമുള്ളവരാരെങ്കിലും ഈ ഇത്തരം ചർച്ചയ്ക്ക് പോവുമോ? ആദ്യം അതൊന്ന് വ്യക്തമാക്കുക കോൺഗ്രസ്. എന്തെല്ലാം ആളുകളാണ് വാർത്തകളാണ് നിർമ്മിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട ജോസ് കെ മാണി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയ കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഞങ്ങളിന്ന് പകൽ സംസാരിച്ചു. ബഹുമാനപ്പെട്ട ജോസ് കെ മാണി നിർദ്ദേശിച്ചനുസരിച്ച് എന്നെക്കുറിച്ച് വ്യാജ വാർത്ത ഉണ്ടാക്കുന്നു. പിന്നെ ജോസ് കെ മാണി വിചാരിച്ചില്ല ഇത്രയും കെട്ട വാർത്തകൾ ഈ കനകോലം ഉണ്ടാക്കുമെന്ന്, കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന്. സോണിയാഗാന്ധിയുടെ പേരൂടെ വെച്ച് വ്യാജ വാർത്ത ഉണ്ടാക്കിയല്ലേ നിങ്ങൾ? സോണിയാഗാന്ധി ഇടപെട്ടു എന്ന് അവസാനം അവിടുന്ന് തന്നെ നിഷേധിക്കേണ്ടി വന്നില്ലേ? എന്താ സത്യത്തിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ നിലപാടെന്താ? ഞാനിപ്പോൾ വേറൊരു ചർച്ചയാണ് വരുന്നത്. അവർ പറയേണ്ടത് അങ്ങോട്ട് ചർച്ചയെ നടക്കുന്നില്ലെന്ന്. പിന്നെ എന്തിനാ ഈ കളി? അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട KM മാണി സാറിൻ്റെ വിൽപ്പത്രം വായിക്കണം. വിൽപ്പത്രം അങ്ങോട്ട് വായിക്കണം. എന്താ വിൽപ്പത്രത്തിൽ പറയുന്നറിയാവോ? പിന്നിൽ നിന്ന് കുത്തി ആര്? കോൺഗ്രസ് പാർട്ടി. ചരൽക്കുന്നിലെ പരിപാടിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട്, വേണം കൊണ്ട് കേൾപ്പിക്കാം. നമ്മൾ കാണിച്ചു. മാത്രമല്ല ഈ ചർച്ചയുടെ KM മാണി സാർ അന്തരിച്ച ശേഷം ജോസ് കെ മാണി എന്ന് പറയുന്ന KM മാണി സാർ അന്തരിച്ച ശേഷം ജോസ് കെ മാണി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതെയാക്കാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ എന്ന് പറയുന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഗൂഢാലോചന മറന്നുപോയോ? അതോടുകൂടി ജോസ് കെ മാണി എന്നൊരു അദ്ദേഹം ഇല്ല. എന്തിന്? പാലായിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ KM മാണി സാറിൻ്റെ പിൻഗാമിയായിട്ട് ഒരു സ്ഥാനാർത്ഥി ജോസ് ടോം മത്സരിക്കുമ്പോൾ ചിഹ്നം കൊടുത്തോ? PJ ജോസഫിൻ്റെ പാർട്ടി ചിഹ്നം കൊടുത്തോ? കേരള കോൺഗ്രസിന് ചിഹ്നം ഉണ്ടായിരുന്നോ? അന്ന് LDF ജയിച്ചത്. LDF ജയിച്ചപ്പോഴും ജയിച്ച LDF ആണ് സുരക്ഷിതം എന്ന് മനസ്സിലാക്കിയിട്ടാണ് കേരള കോൺഗ്രസ് LDFിലേക്ക് വന്നത്. പാലായിൽ തോറ്റപ്പോൾ എന്താണ്? PJ ജോസഫ് എന്ന് പറയുന്ന വഞ്ചകൻ ചിഹ്നം കൊടുത്തില്ല KM മാണി സാറിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ജയിക്കാൻ. ഇതാണ് പാലയുടെ അനുഭവം. അവിടെ ഞങ്ങൾ
കേരള കോൺഗ്രസ് എമ്മിനെ തോൽപ്പിച്ചെങ്കിലും KM മാണി സാർ പറഞ്ഞ പോലെ LDFും കേരള കോൺഗ്രസ് പാർട്ടി കൂടെ നേരിട്ടാണ് മുറ്റിയിട്ട്. പിന്നിൽ നിന്ന് കുത്താൻ പോയില്ല. പിന്നിൽ നിന്ന് കുത്തിയത് PJ ജോസഫാണ്. ജോസ് കെ മാണി എന്ന് പറഞ്ഞ നേതാവില്ലാതെയാകത്തക്ക വിധം പിന്നിൽ നിന്ന് കുത്തി. അവസാനം ഇപ്പം എന്തുണ്ടായി? 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോസഫ് ഗ്രൂപ്പാണോ മാണി ഗ്രൂപ്പാണോ വലുത്? ജോസ് കെ മാണിൻ്റെ പാർട്ടിയാണോ വലുത്? അത് കഴിഞ്ഞ് നിയമസഭ വന്നു. ഏത് പാർട്ടിയാണ് വലുത്? അത് കഴിഞ്ഞ് മന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ ചീഫ് വിപ്പ് സ്ഥാനവും. ഈ 5 കൊല്ലക്കാലത്തെ അന്തസ്സായ ഭരണം, ഓക്കെ, കേരള കോൺഗ്രസ് ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളിൽ ഫലപ്രദമായ നിലപാട് LDF. എന്ത് പ്രശ്നം ഇവിടെ അവശേഷിക്കുന്നത്? ഓക്കെ. അപ്പോൾ പിന്നെ കനകോലിന് ഒരിളക്കണം. ആ ഇളക്കമൊന്നും LDF നടക്കാൻ പോകുന്നില്ല. അത് അവർ പച്ചയ്ക്ക് പറഞ്ഞിട്ടും കേരളത്തിലെ കുറേ മാധ്യമങ്ങൾ പണം വാങ്ങി കൊട്ടേഷൻ എടുത്തിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ജോസ് കെ മാണിയുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ പടം വെച്ച് കൊട്ടേഷൻ നടത്താമോ മാധ്യമപ്രവർത്തനം? എന്താണ് വിസ്മയം? ഏത് വിസ്മയം? VD സതീശൻ്റെ മുഖം വെച്ച് വിസ്മയം എന്ന് പറഞ്ഞാൽ ഉടനെ കനകോലുവിൻ്റെ വിസ്മയം വെച്ച് ഞങ്ങൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, ആ ബീഹാറിൽ മറ്റന്നാൾ വിസ്മയം കാണാം. മൊത്തം പോവുകയാണ് ഇവിടെ BJPയിലേക്ക്. അത് കേരളത്തിൽ ഉണ്ടാകാതിരിക്കണം, LDF ജയിക്കണം. ശരി അനിൽകുമാർ, ഇപ്പോൾ നിങ്ങൾ രണ്ടാളും സംസാരിച്ചൊരു ഘട്ടത്തിൽ ഞാൻ ഓർത്തൊരു കാര്യം പറയാം. ഞാൻ മുമ്പ് ശ്രീ സേനാപതിയോട് അത് സൂചിപ്പിച്ചു. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിധിക്ക് ശേഷം ആണ് പൊടുന്നനവേ കേരള കോൺഗ്രസ് ഇതാ മുന്നണി വിടാൻ പോകുന്നു എന്ന വാർത്തയ്ക്ക് വലിയ പ്രചാരം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ ജോസ് കെ മാണി അതിനെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ നിലപാട് കൃത്യമായി ശക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി മുന്നണിയെ നയിക്കുന്ന CPM അത് ശക്തമായി പറയട്ടെ, CPM ആ നിലയിൽ അക്കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നണിക്കകത്ത് ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമായി ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം അവതരിപ്പിച്ചു വെച്ചു. മാത്രമല്ല ഇന്നലത്തെ പരിപാടിയിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ MLA-മാരെ തരംതിരിക്കുമ്പോൾ, മാധ്യമങ്ങൾ തരംതിരിക്കുമ്പോൾ ആ MLA-മാരടക്കം എല്ലാ MLA-മാരും പങ്കെടുത്തു. ജോസ് കെ മാണി എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന് അദ്ദേഹവും വിശദീകരിച്ചു. അതിനേക്കാൾ രസകരമാണ് ഇപ്പോൾ പറഞ്ഞ പോലൊരു ഇന്ന് വന്നൊരു ഇംഗ്ലീഷ് പത്രം, സോണിയ കാൾസ് ജോസ് ഇൻവൈറ്റ്സ് KCM to റീജോയിൻ UDF എന്ന് പറഞ്ഞ് കോട്ടയത്തു നിന്ന് എഴുതുകയാണ്. അപ്പോൾ TJ ശ്രീലാൽ അതേക്കുറിച്ച് എഴുതുന്ന 1-2 കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു UDFൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതിന് പങ്കാളിയാവുന്നതിനെക്കുറിച്ച് UDFലേക്ക് വരുന്നതിന് വേണ്ടി വിളിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹം ശ്രീലാൽ എഴുതുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഡൽഹിയിലെ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായ സോണിയാഗാന്ധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 10 ജൻപത്തിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഇതിന് പിന്നാലെ ബ്രോങ്കിൽ ആസ്മയുടെ ചികിത്സയ്ക്കായി അവരെ കഴിഞ്ഞ തിങ്കളാഴ്ച ദില്ലിയിലെ സർ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം 11-ാം തീയതി ഞായറാഴ്ചയാണ് സോണിയാഗാന്ധി ആശുപത്രി വിട്ടത്. അതായത് ഈ വാർത്ത വരുന്നതിന് ഒരു ദിവസം മുമ്പ് മാത്രം. ശ്വാസതടസ്സത്തിന് ആശുപത്രിയിലായ സോണിയാഗാന്ധി ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് തൊട്ടു പിന്നാലെ ആദ്യം ചെയ്ത് ജോസ് കെ മാണിയെ വിളിച്ച് UDFൻ്റെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു എന്നാണോ ഈ വാർത്ത വായിച്ച് മനസ്സിലാക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾ ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട് ഈ വാർത്തകളുടെ ക്രെഡിബിലിറ്റി ഇല്ലായ്മ, ഒരു തരി പോലും വിശ്വാസ്യതയില്ലാത്ത വാർത്തകൾ ഇങ്ങനെ വരുമ്പോൾ അതിനെ പഴയ കാലം പോലെയല്ല, കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് കൊടുക്കുന്ന അവസാനത്തെ ഒരു കാര്യം കൂടി, കളമൊരുക്കാനുള്ള കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിലൂടെ വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടുന്ന നിരീക്ഷണം ആ വിധത്തിൽ പോവുകയാണ്. ഇതാണ് ഇതിലെ പ്രശ്നം. ശ്രീ സേനാപതി, നേരത്തെ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, LDFനകത്തെ വളരെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി നിൽക്കുകയാണ്. പോട്ടെ, നിങ്ങൾക്കപ്പുറത്ത് ജോസഫ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. ജോസഫ് ഗ്രൂപ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചില്ലേ? അവർ തന്നെ പറയുന്നു ഈ മാണി ഗ്രൂപ്പിനെ ആവശ്യമില്ല. ഇന്നും മോൻസ് ജോസഫ് പറഞ്ഞില്ലേ വളരെ പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മറ്റൊരു കേരള കോൺഗ്രസ് ഗ്രൂപ്പിനെ, UDFലെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള PJ ജോസഫിൻ്റെ ആ പാർട്ടിയെ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല. അതിൽ നിന്ന് കാര്യമായ നേട്ടം ഉണ്ടാകാൻ വഴിയില്ല. 2021 അവരെ വിശ്വസിച്ചതുപോലെ തന്നെയാകും ഇനിയും അവരെയും കൊണ്ട് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യാൻ മുന്നോട്ട് പോയാൽ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? PJ ജോസഫിൽ കോൺഫിഡൻസ് ഇല്ല, ആ പാർട്ടിയിൽ വിശ്വാസമില്ല എന്ന് നിങ്ങൾ ആളുകളോട് പറയുകയല്ലേ UDF പ്രതിപക്ഷ നേതാവ് VD സതീശൻ? ഞാനതിന് മറുപടി പറയുന്നതിന് മുമ്പ് ശ്രീ അനിൽകുമാറുമായിട്ടൊരു തർക്കത്തിനൊന്നും ഞാനില്ല. അനിൽകുമാർ ഇപ്പോൾ വിത്ത് മാലിസ് ടുവേഡ്സ് നൺ, എല്ലാവരോടും പകയോടെ എന്നുള്ള പഴയ ഖുഷ്വന്ത് സിംഗിൻ്റെ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനം. പോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ കാര്യം. അദ്ദേഹം ഇപ്പോൾ ബീഹാറിൽ വിസ്മയം. സാറേ, എന്തിനാണ് നമ്മൾ ബീഹാറിലേക്ക് പോകുന്നത്? ഈ ചാനലിൽ വന്നിരുന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ഏതൊക്കെ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ആളാണ് റെജി ലൂക്കോസ്. അദ്ദേഹം എങ്ങോട്ടാണ് പോയത്?
15 കൊല്ലം പിണറായി വിജയനോടൊപ്പം MLA ആയിട്ടിരുന്ന എസ് രാജേന്ദ്രൻ ഇപ്പം മലയോരത്തോടെ താമരയും പിടിച്ചുകൊണ്ട് നടക്കുക. സാർ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ വർത്തമാനകാല രാഷ്ട്രീയം മനസ്സിലാക്കുക. ബീഹാറിൽ ഞങ്ങൾ പോകുന്നു, അല്ലെ ബീഹാറിൽ വിസ്മയം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകിപ്പോകുന്ന ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അല്ല, ഇവിടെ നിന്നല്ലേ പത്മജ BJP-യിലേക്ക് പോയത്? ഇവിടെ നിന്നല്ലേ ആന്റണിയുടെ മകൻ BJP-യിലേക്ക് പോയത്? ഇപ്പൊ രാമൻ നായർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, കോൺഗ്രസ്സുകാർ പോകുമ്പോൾ മുൻ PSC ചെയർമാനൊക്കെ ആയിരുന്ന പോകത്തില്ല, കോൺഗ്രസ്സുകാർ പോകുന്നു എന്നുള്ള ആക്ഷേപം ഉണ്ടല്ലോ. അതായിരുന്നല്ലോ നിങ്ങൾ വർഷങ്ങളായിട്ട് മുന്നോട്ട് വെച്ചിരുന്നത്. കോൺഗ്രസ്സുകാർ മുഴുവൻ ഇതാ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും BJP-യിലോട്ട് ചേരുന്നു. നമ്മുടെ എന്താ പറയാ മറ്റത്തൂർ പഞ്ചായത്ത് നിങ്ങൾക്ക് തന്നെയാണെന്നേ സേനാപതി. അപ്പോഴും BJP-യിലേക്ക് പോയ, ഇനി ഉത്തരേന്ത്യ എടുക്കണ്ട, കേരളത്തില് തൂക്കി നോക്കിയാലും നിങ്ങളുടെ ത്രാസിന് തന്നെയാണ് കനം. അല്ല, ഞങ്ങളുടെ ത്രാസിനല്ല കനം. 3 വട്ടം MLA ആയിരുന്ന ഞങ്ങളുടെ കൂടെ ഒരാളും രാജേന്ദ്രനെ ഐഷാപോറ്റിയും വെച്ച് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ഉണ്ടായ ഐഷാപോറ്റി അവർ കാണിച്ച രാഷ്ട്രീയ മര്യാദ. കാരണം അവർ 3 വട്ടം MLA ആയിരുന്നവർ രാജേന്ദ്രൻ പോയ പോലെ താമര പിടിക്കാനായിട്ട് പോയില്ല. നിങ്ങളുടെ ആളുകൾ ഒന്നൊന്നായി ഈ നിങ്ങളുടെ മുന്നണിയിൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ഇതുപോലെ ആക്രമിച്ചു കൊണ്ടിരുന്ന ആളുകളൊക്കെ അവരെല്ലാം പടിപടിയായി കാവി പുതച്ച് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം ശ്രീ അനിൽകുമാറിനെ പോലുള്ള ആളുകൾ അത് അറിയാൻ ബുദ്ധിമുട്ട്. അപ്പൊ പിന്നെ കനകേലു ഞങ്ങള് ശ്രീ അനിൽകുമാറെ വളരെ വ്യക്തമായിട്ട് അങ്ങയോട് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഇവിടെ ഉദ്ധരിച്ചു. ഞങ്ങൾ ഇടതുമുന്നണിയിൽ നിൽക്കും എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ പറഞ്ഞിട്ടുണ്ട്? ഇൻ പാസ്റ്റ്. ഇപ്പൊ പറഞ്ഞിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഇടതുമുന്നണിയിൽ നാളെയും ഉണ്ടാകും എന്നുള്ളത്? ഇനി അടുത്തത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിനെ കുറിച്ച്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ ഇന്ത്യൻ എക്സ്പ്രസ്, നോട്ട് ബൈ മനോരമ ഓർ എനി അതർ പേപ്പർ. ആ പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത അതെന്താ മനോരമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക സവിശേഷത കൊടുത്തത്? മനോരമയാണ് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ പറയൂല്ലോ ഇന്നലത്തെ മനോരമ പത്രത്തിൽ വന്ന വാർത്തയാണ് ഇന്ന് ഞങ്ങൾക്കെതിരെ പറയുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന, ഇന്ത്യൻ എക്സ്പ്രസ് രാംനാഥ് ഗോയങ്കയുടെ പാർട്ടി അവര് ഫ്രം ദ ടൈം ഓഫ് ഇന്ദിരാഗാന്ധി അവർ ഞങ്ങളുടെ പാർട്ടിയെയും ഞങ്ങളുടെ മുന്നണിയെയും നഖശിഖാന്തം എതിർക്കുന്നവരാ. അവരാണ് ഈ വാർത്ത പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് വാർത്ത പത്രത്തിൽ? ഇപ്പൊ ഞങ്ങൾ ആരെങ്കിലും ചെന്ന് ഇന്ത്യൻ മനുഷ്യന്റെ യുക്തിക്ക് പോലും നിരക്കാത്ത വിധത്തിലുള്ള ഒരു അസാമാന്യ ഞങ്ങൾ ആരെങ്കിലും ചെന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഓഫീസിൽ ചെന്ന് പറഞ്ഞിട്ട് യു ഗീവ് എ ന്യൂസ് ലൈക്ക് ഇൻവൈറ്റ് KCM ടു റീജോയിൻ UDF എന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞൊരു കോൺഗ്രസ് സോഴ്സ് ഇല്ലാതെ വരില്ലല്ലോ. അതെന്ത് തിയറിയാണ് സേനാപതി? അതെന്ത് തിയറിയാണ്? കോൺഗ്രസ് നേതാവായിട്ടുള്ള സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു എന്നൊരു പത്രം എഴുതിയാൽ ഒന്നുകിൽ അത് കോൺഗ്രസ് സോഴ്സിൽ നിന്ന് തന്നെ വരണ്ടേ? കാരണം ഇതിലെ ബെനിഫിഷ്യറി ആരാണ്? അല്ല, ഞാൻ പറഞ്ഞത് ശരത്തെ, ദ ന്യൂസ് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ ഇന്ത്യൻ എക്സ്പ്രസ്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരവും അതോറിറ്റിയും എന്ന് പറയുന്നത് അവരാണ്. നിങ്ങളെ ചുമത്തിയിട്ടില്ല സേനാപതി. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളിലേക്ക് ചമച്ചു വെച്ചിട്ടില്ല. അതേക്കുറിച്ച് മാത്രം മലയാള പത്രം കൊടുത്തൊരു വാർത്തയല്ലോ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പോലെ ഒരു പത്രം. സേനാപതി ഒന്ന് വഴങ്ങുമെങ്കിൽ അദ്ദേഹത്തിലേക്ക് ചില കാര്യങ്ങളുണ്ട്. വരാം. ഒരു വാക്ക് ശരത്തെ, ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല, ഒരു വാക്ക് മതി. കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്കൊപ്പം എന്ന് ഞാൻ ഒന്ന് പറയട്ടെ സാർ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്കൊപ്പം എന്ന് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അല്ല, ദയവായി കേൾക്കൂ സാർ, ഞാൻ പറഞ്ഞ പോയിന്റ് ഇതേ ഉള്ളൂ. അദ്ദേഹം ഇടതുമുന്നണിക്കൊപ്പം ഉണ്ടെന്ന് പറയുന്നുണ്ടോ എന്നാണ് ബഹുമാനപ്പെട്ട സേനാപതി എന്നോട് ചോദിച്ചത്. 7 മണിക്കൂർ മുമ്പ് ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ വായിക്കുന്നത്. ബാക്കി അതിൻ്റെ താഴെ ബാക്കിയുണ്ട്. അപ്പോൾ രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്കൊപ്പം എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി എന്ന് പറയുന്നു 7 മണിക്കൂർ മുമ്പ്. ആ ജോസ് കെ മാണിയെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ പറയുന്നത് ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിൽ വാർത്ത വന്നെന്ന്, അല്ല ഇന്ന് വന്നെന്ന്. എന്താ അപ്പോൾ പറയണത്? ഇതാണ് കനകോലു. ഏതെങ്കിലും കനകോലു ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരാളെ വാടകയ്ക്കെടുത്ത് എഴുതിച്ചാലോ? ഇപ്പോൾ ഒരു ചാനലിലെ മാധ്യമപ്രവർത്തകർ എന്നോട് പറയുകയാണ് അദ്ദേഹത്തിന് വിവരമുണ്ടെന്ന്. എന്ത് വിവരം? ഇതാണ് കനകോലു. ബഹുമാനപ്പെട്ട ജോസ് കെ മാണി പറയുന്നത് രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്കൊപ്പം. വെറുതെ അല്ല പറയണത്. സ്ക്രീനിൽ കാണാം. രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്കൊപ്പം പറയുന്നു. ഞങ്ങൾ തുടരുമെന്ന് സ്ക്രീനിൽ അത് കാട്ടുന്നുണ്ട്. പറഞ്ഞോളൂ. ഉണ്ട്. അങ്ങനെയാണ് പിന്നെന്തിനാണ് നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പുറകെ പോണത്? പിന്നെ ഞാനൊരു കാര്യം പറയാം. നാളെയോ മറ്റന്നാളോ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി കേരളത്തിലേക്ക് വരും. അദ്ദേഹം കേരളം വിട്ട് പോയിട്ടില്ല.
ഞാനിന്ന് പകൽ ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹം കേരളം വിട്ട് പോയിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. നമ്മുടെ വിളിപ്പുറത്തുണ്ട്. വ്യക്തിപരമായി അദ്ദേഹം കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോയാൽ അത് സ്വകാര്യമായിട്ട് പോകാൻ കഴിയില്ല എന്നാണോ കാണേണ്ടത്? അത് വെച്ചിട്ട് വ്യാജ വാർത്ത ഉണ്ടാക്കുമോ? അതിനല്ലേ അദ്ദേഹത്തിൻ്റെ മന്ത്രി പ്രതികരിച്ചു രോഷത്തോടെ. നിങ്ങൾ കേട്ടോ? ഇനി നിങ്ങൾ പറയാം ഒളിഞ്ഞിരുന്ന് ചെയ്തു. റോഷി അഗസ്റ്റിൻ്റെ പത്രസമ്മേളനം കണ്ടോ? രോഷത്തോടെയാണോ പറഞ്ഞത്? വളരെ രൂക്ഷമായിട്ടാണ് പറഞ്ഞത്. അപ്പം എന്താണ്, അതിനെ പിളർത്താൻ നോക്കാം. നിങ്ങൾ കേരള കോൺഗ്രസ് എന്ന പാർട്ടിയെ പിളർത്താൻ നോക്കുകയാണോ? അതാണോ നിങ്ങൾക്ക് വേണ്ടത്? അതാണ് നിങ്ങളുടെ ലക്ഷ്യം. ആ പാർട്ടിയെ തകർക്കണം. ഓക്കെ, ആ പാർട്ടിയെ പിളർത്തി തകർക്കണം. ഇന്ന് മുഴുവൻ ചർച്ച മാധ്യമങ്ങൾ പിളർത്തുന്നതിനെ കുറിച്ചാണ്. പിളർത്തിയ പാർട്ടിയെ ഇല്ലാതെയാക്കണം. ഇതാണ് നിങ്ങളുടെ ഗൂഢലക്ഷ്യം. ആ കോൺഗ്രസ് എന്ന് പറയുന്ന കഴുകൻ ആരുടെ വാക്കാന്നറിയാമോ? ജോസ് കെ മാണി. യെസ്. കഴുകൻ്റെ പുറത്തൊരു കുരുവി. ആരാ കുരുവി? പി ജെ ജോസഫിൻ്റെ പാർട്ടി. കഴുകനും കുരുവിയും കൊത്തി തിന്നാൻ നടക്കുകയാണെന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ട് 1 മാസമായോ? നാണമുണ്ടോ എന്നിട്ട്? ഇത്ര എനിക്ക് പറയാനുള്ളൂ. ശരി, അത് മുമ്പ് ഞങ്ങൾ തമ്മിൽ അത് കുറച്ച് നേരം സംസാരിച്ചതാണ്. ആ പ്രയോഗം അതാണ് ശ്രീ സേനാപതി. ഏതാണ്ട് 1 മാസം പോലും ആയില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങനെ ഒരു പ്രചാരണം വന്നപ്പോൾ പറഞ്ഞ ആ പരാമർശമാണ് കഴുകന് പുറത്തിരിക്കുന്ന കുരുവി. ആ കുരുവി ഉണ്ടല്ലോ, കുരുവിയും കൊണ്ട് നിങ്ങൾ പറന്നോളൂ എന്ന മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഒരു കാര്യം കൂടി പക്ഷേ ശ്രീ അനിൽകുമാർ പറയണം. നിങ്ങളുടെ അടുത്തു നിന്ന് ആളുകളൊക്കെ ഇങ്ങനെ ബി ജെ പിയിലേക്ക് അങ്ങ് ഒഴുകുകയാണ്. റെജി ലൂക്കോസ് ആണ് അതിൻ്റെ ഒരു വലിയ 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 പ്രതീകമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ചകളിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് രാജേന്ദ്രൻ, അങ്ങനെ ഒഴുക്കാണെന്നാണ് പറയുന്നത്. ഐഷ പോറ്റി പോയത് കോൺഗ്രസിലേക്കാണല്ലോ. അതുകൂടി ഒന്ന് അറ്റൻഡ് ചെയ്യേണ്ടി വരും ശ്രീ അനിൽകുമാറിന്. അല്ലേ, ഒരു കാര്യം മനസ്സിലാക്കുക. എസ് രാജേന്ദ്രനെ CPM പുറത്താക്കി. എത്ര കാലം മുമ്പ് പുറത്താക്കിയത്? ഈ ഐഷ പോറ്റി CPM നിന്ന് ഒഴിവായിട്ട് കാലം എത്രയായി? നമ്മൾ എത്ര കാലമായി? ഒരു കാര്യം മനസ്സിലാക്കിയോ? ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവസരവാദപരമായി വ്യക്തികളെ തേടി കോൺഗ്രസ് ഇറങ്ങും. എന്തിനിറങ്ങുന്നു? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ശക്തരല്ല. നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. എന്താ വോട്ടിൻ്റെ കണക്ക്? ബഹുമാനപ്പെട്ട സേനാപതി അനുവദിക്കുമെങ്കിൽ വോട്ടിൻ്റെ കണക്ക് മാത്രം മതി. ലോകസഭ ഞങ്ങൾക്ക് 66 ലക്ഷം വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 84 ലക്ഷം വോട്ടുണ്ട്. UDFന് 90 ലക്ഷം വോട്ടുണ്ട്. ഞങ്ങളൊക്കെ 6 ലക്ഷം വോട്ട് കൂടുതലാണ്. പക്ഷേ 5.5 ലക്ഷം മലപ്പുറത്താണ്. മലപ്പുറത്ത് മുസ്ലിം ലീഗ് വിചാരിച്ചാൽ കേരളം മുഴുവൻ നടന്ന് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് UDFൻ്റെ പ്രശ്നം. അത്ര മനസ്സിലാക്കിയോ? ഇതുകൊണ്ടാണ് ഈ ഭ്രാന്തെടുത്ത് കനകോലു കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതുപോലെ കുത്തിത്തിരിപ്പുമായിട്ട്. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ 110 എന്ന് പറഞ്ഞാൽ നല്ല 110ലേക്കാണ്, നല്ല കോൺഫിഡൻസിലാണ്. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. ഒരു കനകൂലിൻ്റെ കളിയും കേരളം അംഗീകരിക്കാൻ. അനിൽകുമാർ, ബീഹാർ ശരിയാക്കിട്ട് വാ. നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി ഇങ്ങനെ 110 ക്ലെയിം ചെയ്യാൻ പോയാൽ കേരളത്തിൽ ആകെ 140 സീറ്റേ ഉള്ളൂ കേട്ടോ. നേരത്തെ സേനാപതി 110 പറഞ്ഞത്. അതെ, അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. എന്താണെന്നറിയോ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഗവൺമെൻറ് 5 കൊല്ലം ഭരിക്കുമ്പോൾ മാറുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രകൃതി നിയമം. എങ്ങനെയാണ് പ്രകൃതി നിയമം മാറിയത്? എപ്പോഴാണ്? അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വർണം കടത്തി, ഈന്തപ്പഴത്തിൻ്റെ മറവിൽ, ഖുറാൻ്റെ മറവിൽ എന്തെല്ലാം നുണകൾ മുഖ്യമന്ത്രിക്കെതിരെ, ആഫീസിനെതിരെ. ഞങ്ങളെ കള്ള എന്ന് വിളിച്ചുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തുകാരെന്ന് പറഞ്ഞ് അപമാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയുടെ പാർട്ടി പറഞ്ഞത് ഇടതുപക്ഷമാണ് ശരി. മനസ്സിലാക്കണം. ഞങ്ങളല്ലാണ്ട് നല്ല കാലത്ത് കേരള കോൺഗ്രസ് LDFിലേക്ക് വന്നതല്ല. അതുകൂടെ മനസ്സിലാക്കൂ. തുടർഭരണം കിട്ടുമെന്ന് കരുതിയിട്ടാണോ LDFിലേക്ക് കേരള കോൺഗ്രസ് വന്നത്? കേരള കോൺഗ്രസ് വരുമ്പോഴത്തെ ചരിത്രം എന്താണ്? സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പേരിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് തോക്കും. എന്നിട്ടോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ചാനലുകളെല്ലാം എണ്ണി തോപ്പിച്ചില്ലേ? മണിയാശാനെ അടക്കം. ബഹുമാനപ്പെട്ട സേനാപതി വേണുവിനെ അറിയാമല്ലോ. MM മണിയാശാൻ തോക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും സർവേ നടത്തിയവരുണ്ടല്ലോ ഇവിടെ. എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം? അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിനെ തോൽപ്പിക്കാൻ UDFന് ആവില്ല എന്നതിൻ്റെ കുറ്റസമ്മതമാണ് ഇപ്പോൾ കാണിക്കുന്ന കോലാഹലം. ശരി, ഞാൻ ശ്രീ സജീവൻ, ഇരുഭാഗത്തു നിന്നും അവരുടെ രാഷ്ട്രീയ അവകാശവാദങ്ങളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഒക്കെ നടക്കുന്നത് താങ്കൾ കേട്ടിരിക്കുകയായിരുന്നു, ശ്രദ്ധയോടെ കേൾക്കുകയാണല്ലോ. ഇതിൽ ഞാൻ ഈ കേരള കോൺഗ്രസ് ഫാക്ടർ മാത്രം എടുത്താൽ UDFന്, വിശേഷിച്ച് പ്രതിപക്ഷ നേതാവിന്, അതിൻ്റെ ഒരു പ്രതീകം അതാണല്ലോ, പ്രതിപക്ഷ നേതാവിന് ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അവരുടെ കൂടെയുള്ള PJ ജോസഫ് ഗ്രൂപ്പിൽ കാര്യമായ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതൊരു സത്യമാണോ? അതുകൊണ്ട് എങ്ങനെയെങ്കിലും കേരള കോൺഗ്രസ് വരട്ടെ
ഇനി നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞു വന്നില്ല എങ്കിൽ അതിനെ പിളർത്തിയാണെങ്കിലും കേരള കോൺഗ്രസിനെ പിളർത്തിയാണെങ്കിലും ഒപ്പം കൂട്ടാനുള്ള ഒരു ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണോ? അത് ആ പാർട്ടി തിരിച്ചറിയുന്നുണ്ടോ? പി ജെ ജോസഫിൻ്റെ പാർട്ടി ഇപ്പോഴും UDFൻ്റെ ഭാഗമാണ്. അവർക്ക് പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് എത്രമാത്രം മാസ് ബേസ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്കറിയാവുന്ന പോലെ കേരള കോൺഗ്രസ് എമ്മിന്, അതായത് ജോസ് കെ മാണിയുടെ പാർട്ടിക്കുള്ള പോലെയുള്ള മാസ് ബേസ് പി ജെ ജോസഫിൻ്റെ പാർട്ടിക്ക് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ പി ജെ ജോസഫിൻ്റെ പാർട്ടിക്ക് എത്രമാത്രം പിന്തുണയുണ്ടാകും, എത്രമാത്രം MLAമാരുടെ പിന്തുണയുണ്ടാകും എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. മാസ് ബേസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് അതിൽ കേരള കോൺഗ്രസ് മൊത്തം ഉണ്ടാകുന്ന പാർട്ടികൾ കിട്ടാവുന്നതിൽ കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് ജോസ് കെ മാണിയോടുള്ള പ്രത്യേകതയാണോ അല്ലെങ്കിൽ സാക്ഷാൽ KM മാണിയോടുള്ള താല്പര്യമാണോ ഉള്ള കാര്യം വേറെ കാര്യമാണ്. എന്തായാലും അത് അവിടെ നിൽക്കുന്നുണ്ട്. പി ജെ ജോസഫിൻ്റെ പാർട്ടിക്ക് അത്രമാത്രം ഗുണം കിട്ടാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് അവർ LDFൻ്റെ ഭാഗമായിട്ട് നിന്നാലും UDFൻ്റെ ഭാഗമായിട്ട് നിന്നാലും വലിയ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റുന്ന പാർട്ടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പി ജെ ജോസഫിന് കിട്ടാവുന്ന കുറച്ച് വോട്ടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി കിട്ടാവുന്ന കുറച്ച് വോട്ടുകളിലൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് എത്രമാത്രം നിയമസഭാ സീറ്റുകളിൽ ബാധിക്കും എന്നുള്ളതാണ്. അത് അത്രമാത്രം പറ്റില്ല എന്നുള്ള കാര്യം പി ജെ ജോസഫിനും അറിയാം, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഘടകമേ അല്ല. കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന മാണി ഗ്രൂപ്പിനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ പിന്നെ ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പിന്തുണ, ആ പിന്തുണയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സ്വാധീനിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ സേനാപതി, നേരത്തെ താങ്കൾ എസ് രാജേന്ദ്രനെ ഉദാഹരിക്കാൻ ശ്രമിച്ചു, ഐഷ പോറ്റി ഉദാഹരിക്കാൻ ശ്രമിച്ചു. അതിന് അനിൽകുമാറിൻ്റെ മറുപടി വന്നല്ലോ. എസ് രാജേന്ദ്രനെ എത്രയോ കാലം മുമ്പ് CPIM പുറത്താക്കിയാൽ പിന്നീട് മറ്റൊരു പാർട്ടിയിലേക്ക് പോവുക എന്നുള്ളത് അയാളുടെ അവകാശമാണ്. പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയാണോ? കോൺഗ്രസ്സുകാരായി നിലയുറപ്പിച്ച ശേഷമാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ്സിൽ നിന്ന് നേരെ BJPയിലേക്ക് പോവുകയായിരുന്നു. AK ആൻ്റണിയുടെ മകൻ കോൺഗ്രസ്സിനുകാരനായി ഇരുന്ന് ട്രാൻസ്ഫർ മേടിച്ച് BJPയിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ രാജേന്ദ്രൻ്റെ കാര്യത്തിൽ താങ്കൾ നടത്തിയ ഒരു പ്രചാരണത്തിൻ്റെ വസ്തുത അദ്ദേഹം പറഞ്ഞില്ലേ? ഐഷ പോറ്റി CPIMുമായി അകന്ന് കഴിയാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി, എത്രയോ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് വന്നു. അപ്പോൾ താരതമ്യത്തിൽ എന്തർത്ഥമാണുള്ളത്? ഞാൻ പറഞ്ഞോട്ടെ, ഈ നിമിഷം വരെ, അതായത് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ ഭാഷയിൽ 8:50, ഈ നിമിഷം വരെ രാജേന്ദ്രനെ CPM പുറത്താക്കിയിട്ടില്ല. ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വം, കാരണം ഞാൻ ഇടുക്കിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. മെനിഞ്ഞാന്നാളും CV വർഗീസിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഞങ്ങൾ രാജേന്ദ്രനെ പുറത്താക്കിയിട്ടില്ല, രാജേന്ദ്രൻ BJPയിലോട്ട് പോയോ എന്ന് എനിക്കറിയുമില്ല. അനിൽകുമാർ പറഞ്ഞത് ഒരുപക്ഷെ ഞാൻ പറഞ്ഞപ്പം ആ വസ്തുത അറിയാത്തത് കൊണ്ടാണ്. രാജേന്ദ്രൻ അദ്ദേഹം CPMന്റെ മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്നുള്ളത്, പക്ഷേ അദ്ദേഹത്തെ ഈ നിമിഷം വരെ CPMൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. പുതുക്കാതെ വന്നാൽ അതിനർത്ഥം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ, ഇനി അങ്ങനെ ആണെങ്കിൽ പോലും മെമ്പർ അല്ലല്ലോ. വ്യക്തമല്ല, ആ പാർട്ടിയുമായി അദ്ദേഹം സഹകരിക്കുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞത് അദ്ദേഹം CPMകാരനായി പറഞ്ഞു സത്യം പറഞ്ഞു പോയതാണോ എന്ന് എനിക്കറിയാം. മെമ്പർഷിപ്പ് രാജേന്ദ്രൻ ഈ കൊല്ലം എപ്പോഴാണ് അദ്ദേഹത്തെ ഈ നിമിഷം വരെ CV വർഗീസിന്റെ അനിൽകുമാർ വേണമെങ്കിൽ ഈ ചാനൽ ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിന് മെമ്പർഷിപ്പ് പുതുക്കുന്ന പരിപാടി ഉണ്ട് എങ്കിൽ ആ മെമ്പർഷിപ്പ് പുതുക്കാതെ സേനാപതി ഒരു തീരുമാനമെടുത്താൽ അതിന്റെ അർത്ഥം എന്താണ്? ഇനി കോൺഗ്രസ് പ്രവർത്തനത്തിനില്ല, ഞാൻ മാറി നിൽക്കുന്നു, എനിക്ക് കഴിയില്ല എന്നല്ലേ അതിന്റെ ഒരു അർത്ഥം? മെമ്പർഷിപ്പ് പുതുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞത് 15 കൊല്ലം ശ്രീ പിണറായി വിജയനോടൊപ്പം കേരള നിയമസഭ, അതാ ഞാൻ പേരെടുത്ത് പറയുന്നത്. ശ്രീ പിണറായി വിജയനോടൊപ്പം 15 കൊല്ലക്കാലം അതല്ലെന്ന് ഞാൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനായിട്ടിരുന്ന ഒരാള്
നേരം വെളുക്കുമ്പോഴത്തേക്കും ഞാൻ BJP-യിൽ ചെന്ന് ചേരുന്നു എന്ന് അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എവിടെ- നേരം വെളുക്കുമ്പോൾ എവിടെയാണെന്ന് ഈ പൊടുന്നനവേ അപജയം അല്ല. ഉണ്ടായിരിക്കുന്നു? അപജയം നമുക്ക് തിരിച്ചറിയണം. സേനാപതി ഇനി അതാ, അടുത്തത് പത്മജ പോയത് ഞാൻ- പൊടുന്നനവേ നേരം വെളുക്കയാണ്, അല്ലെങ്കിൽ അല്ല, ഈ ഞാൻ പറഞ്ഞ പോലെ ഒരു നേരം അല്ല ഞങ്ങളുടെ പാർട്ടി അങ്ങനെ അല്ല. CPM അനിൽ പാർട്ടി ആന്റണി അങ്ങനെ. ഞങ്ങൾ കേഡർമാരെ വളർത്തിയ കേഡർമാർക്ക് പാർട്ടി ക്ലാസും ഒന്നും കൊടുത്ത് വളർത്തുന്നവരല്ല. ഞങ്ങളുടെ ഒരു മാസ് ബേസ് അല്ലെങ്കിൽ പക്ഷേ ഈ പറഞ്ഞവരൊക്കെ അങ്ങനെയാണോ? അതിലും വലിയ പാർട്ടി കുറോടെ ജീവിച്ച വന്നവരല്ലേ ഈ നേതാക്കളൊക്കെ? ഇവരൊക്കെ അത്ര നിസ്സാരക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോന്നേ, രാജേന്ദ്രന്റെ കാര്യത്തിൽ ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ പറയട്ടെ. പിന്നെ അനിൽകുമാർ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞു. കാരണം അദ്ദേഹം പെർസെന്റേജ് വെച്ചാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കുഴപ്പമില്ല, ഇവരെ ഞങ്ങൾക്ക് തോപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇവർ തോറ്റു എന്ന് ഇവരെ കൊണ്ടൊന്നും സമ്മതിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് അവർ പെർസെന്റേജിന്റെ കണക്ക് ഈ കണക്കുകളുമായിട്ട് വരും. ജില്ലാ പഞ്ചായത്ത് 3 ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്, ഞങ്ങൾക്ക് ഇപ്പോൾ 7 ഇടതുപക്ഷത്ത് നിന്ന് കിട്ടി. കോർപ്പറേഷൻ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് 6 ഉണ്ടായിരുന്നതാണ്, 5 ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അവരുടെ കയ്യിൽ 1 കഷ്ടിച്ച് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പഞ്ചായത്ത് ഒരു 10-200ഓളം പഞ്ചായത്ത് ഞങ്ങൾ നേടിയെടുത്തു. അപ്പോൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പ് വിജയമായി കഴിയുമ്പോഴും ഇപ്പോഴും നിങ്ങൾ പറയുന്നത് പെർസെൻറ്റേജ് ഞങ്ങൾ 66 ലക്ഷം 56 ലക്ഷത്തിൻ്റെ ഈ കണക്കുകൾ പറഞ്ഞു വരുമ്പോൾ അത് താത്വികമായ അവലോകനമാണ്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി അതല്ല എന്ന് അനിൽകുമാറിനെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവില്ല. തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ LDF-ന് പിന്നോട്ടടി ഉണ്ടായിട്ടുണ്ട്, UDF-ന് നേട്ടമുണ്ടായിട്ടുണ്ട്, സംശയമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ, വോട്ടുകൾ വെച്ച് അതിനൊരു കണക്ക് ശാസ്ത്രമുണ്ട്. അതതിൻ്റെ തുടർച്ചയിൽ നടത്തുന്ന വിശകലനം തന്നെയാണ്, അത് നിഷേധിക്കാൻ കഴിയുന്നതുമല്ല. അത് രണ്ട് നിലയിൽ തന്നെ കാണണം. വ്യത്യസ്തമായ കേരളം കെട്ടിപ്പടുത്ത് കേരളം ലോകത്തിന് മാതൃകയായ കേരളത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. ലോകത്തിന് മാതൃകയാണല്ലോ കേരളം. ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയ ലോകത്തിന് മാതൃകയായ കേരളത്തിലാണല്ലോ തെരഞ്ഞെടുപ്പ് നടന്നത്. രാഷ്ട്രീയ പരിഹാസം ഇത്രയും വലിയ തിരിച്ചടി നിങ്ങൾക്കുണ്ടാകുന്നത്. അതിലൊരു രാഷ്ട്രീയ പരിഹാസം. അതുപോലെ രാജേന്ദ്രനെ കുറിച്ച് ഒരു വ്യക്തത താങ്കൾ CPM-ന് വേണ്ടി നടത്തേണ്ടതുണ്ട്. സേനാപതി വീണ്ടും അതിലൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ വേറൊരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കേട്ട് കാണുമെന്ന് വിചാരിക്കും. അല്ല, ഈ ദേവികുളത്ത് ശ്രീ S. രാജേന്ദ്രനെ കുറിച്ച് ഇനി വർത്തമാനം പറയേണ്ട കാര്യം പോലുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇടയ്ക്ക് BJP നേതാക്കന്മാരെ കാണാൻ പോയിട്ട് തന്നെ ഒരു കൊല്ലമായി. M. മണി ആശാൻ അദ്ദേഹത്തിനെതിരെ പ്രസംഗിക്കുന്നത് പരസ്യമായ പ്രസംഗമാണ്, പാർട്ടിയെ കാലുവാരുന്നതിനെ കുറിച്ച്. പിന്നെ അത്തരം ആളുകളൊക്കെ തന്നെ അവസാനം BJP-യിലേക്ക് പോയി ചേരാതിരിക്കത്തക്ക വിധം C. വർഗീസിനെ പോലുള്ള ആളുകൾ കാണാൻ പോവുകയും ഗോവിന്ദൻ മാഷ് ബന്ധപ്പെടുകയും കൊടിയേരി ഇരുന്നപ്പോൾ കൊടിയേരി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, ഞങ്ങളുടെ ഒരു MLA ശെൽവരാജിനെ നിങ്ങൾ തോണ്ടിക്കൊണ്ട് പോയില്ലേ? PC ജോർജ് ആയിരുന്നല്ലോ ഓപ്പറേഷൻ ഹീറോ. എന്തായിരുന്നു ആവശ്യം? ശെൽവരാജിൻ്റെ പേരിൽ പാർട്ടി നടപടിയെടുക്കാൻ പോകുന്നു, ഒരു കമ്മീഷൻ വെച്ച് റിപ്പോർട്ടായി, നടപടി വരുമെന്ന് ശെൽവരാജിന് തോന്നിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കൂടെ കാശ് വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ട് എന്തായി ശെൽവരാജ്? പിന്നെ ശെൽവരാജ് MLA ആയോ? ഇതിലൊന്നും അല്ലല്ലോ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ജനങ്ങളുടെ മുന്നിൽ വരുന്ന വിഷയങ്ങൾ ജനങ്ങൾ പ്രതികരിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി. പക്ഷെ ഞങ്ങൾ ആശ്വാസകരമായി കാണുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താണ് ആശ്വാസം? ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 66 ലക്ഷം വോട്ടേ ഉള്ളെന്നേ. ഞങ്ങളത് ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പബ്ലിക്കായിട്ട് പറഞ്ഞെന്നേ. CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് ഫലം. സീറ്റ് തോറ്റ് മാത്രമല്ല, വോട്ടിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നു. അത് തിരിച്ചു പിടിച്ചു. ഇപ്പോൾ അത് 84 ലക്ഷം വോട്ടുണ്ട്. നിങ്ങൾക്ക് 90 ലക്ഷം വോട്ടേ ഉള്ളൂ. ശതമാന കണക്കൊന്നുമല്ല, കണക്കാണെന്ന് പറയണത്. മലപ്പുറം ജില്ല 15,65,000 വോട്ടുണ്ട് നിങ്ങൾക്ക്. ഞങ്ങൾക്ക് 9,65,000 വോട്ടേ ഉള്ളൂ. വലിയ വ്യത്യാസമാണ്. ആ വലിയ വ്യത്യാസം കൊണ്ട് കേരളത്തിൽ നിങ്ങൾ ജയിക്കൂല. ഇത് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ടാണ് ഈ കളി. നിങ്ങൾക്ക് കേരള കോൺഗ്രസിന് വിശ്വാസമില്ല, നിങ്ങളുടെ കേരള കോൺഗ്രസിന്. അതുകൊണ്ടാണ് ഈ കളി. മാത്രമല്ല മുസ്ലിം ലീഗിന് കോൺഗ്രസിന് വിശ്വാസമില്ല. എന്താണ്? മലബാർ വിട്ടാൽ പിന്നെ കോൺഗ്രസ് എന്താ? ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിന് ഏതെങ്കിലും സീറ്റ് ലീഡുണ്ടോ? കൊല്ലം ജില്ല എത്ര സീറ്റ് ലീഡുണ്ട്? ആലപ്പുഴ എത്ര സീറ്റ് ലീഡുണ്ട്? നമുക്കൊന്ന് കണക്ക് നോക്കാം. വലിയ ജില്ലകൾ 7 LDF 7 UDF ജില്ലാ പഞ്ചായത്തിൽ. ആ 7 ജില്ലാ പഞ്ചായത്തിൽ 6 വലിയ ജില്ല LDF-ൻ്റെ കൂടിയാണ്. UDF-ൻ്റെ കൂടെ 2 ജില്ലയും പിന്നെ കോഴിക്കോടും ഉള്ളൂ. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ സമാസമായ ഏകദേശം. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ശതമാന കണക്കൊന്നും അല്ലെന്നേ. സജീവൻ,
അതായത് യു ഡി എഫ് വിപുലീകരണം എന്ന് പറയുന്ന വി ഡി സതീശൻ്റെ നീക്കത്തിലെ രസകരമായ ഒരു ഏടായിരുന്നു വിഷ്ണുപുരം ചന്ദ്രശേഖരനെ യു ഡി എഫിലേക്ക് എടുത്തത്. അത് കയ്യോടെ നിരസിച്ച് മുന്നോട്ട് പോയൊരു അനുഭവമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. വലിയ വാർത്തയായി വന്നത് തന്നെയായിരുന്നു. വല്ലാതെ യു ഡി എഫ് അപഹാസ്യരായിപ്പോയൊരു ഘട്ടമായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ നാലാൾ അറിയുന്ന നിലയിലേക്ക് മുന്നണി വിപുലീകരണം എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ആഗ്രഹം അത് വല്ലാതെ പാളിപ്പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം മുന്നണി എന്ന് പറയുന്നത് അത് വിപുലീകരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള ചില പാർട്ടികൾ, അതായത് ഇപ്പോൾ ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടികളിൽ പ്രധാനപ്പെട്ട പാർട്ടികളിൽ ചില പാർട്ടികൾ ഇപ്പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. വി ഡി സതീശനോ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നാടകത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളോ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു പാർട്ടിയോ ഒന്നും മുന്നണിക്ക് ശക്തിപ്പെടുത്താവുന്ന, അതായത് എൽ ഡി എഫിന് യു ഡി എഫിന് ശക്തിപ്പെടുത്താവുന്ന ഒന്നായിട്ട് മാറിയിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ പാർട്ടികൾ എന്നുള്ളതാണല്ലോ. ആ പാർട്ടികളുടെ ഇതുവരെയുള്ള പ്രകടനം, ആ പാർട്ടികൾക്ക് ഇതുവരെയുള്ള പ്രവർത്തന പരിചയം, അതൊക്കെ വെച്ചുകൊണ്ടാണ് നോക്കേണ്ടത്. അങ്ങനെ ഒരു പാർട്ടിയും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ മാറിയിട്ടില്ല. മാറിയത് നല്ല കാര്യമാണ്. ഈ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന പാർട്ടികളിൽ അതിലേതെങ്കിലും പാർട്ടി, ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ അല്ലെങ്കിൽ ആർ ജെ ഡിയെ, ഇങ്ങനെ അല്ലെങ്കിൽ സി പി ഐയെ, ഇവരെയൊക്കെ മാറ്റിക്കൊണ്ടുപോകാന്ന് ചെയ്താൽ കുഴപ്പമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഒരു പാർട്ടിയും പോയിട്ടില്ലല്ലോ. കേരള കോൺഗ്രസ് എം പോയിട്ടുണ്ടോ? പോയിട്ടേ ഇല്ല. മാണി ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടി അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും അവർ പോയിട്ടേ ഇല്ല. അവർ പറയും ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ വരുന്നേ ഇല്ല എന്ന് ജോസ് കെ മാണി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെയാണ് അപ്പോൾ നിങ്ങൾ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് പാർട്ടികളെ കേരള കോൺഗ്രസ് പിന്നെ എമ്മിനെ കൊണ്ടുപോവുക, സി പി ഐയെ കൊണ്ടുപോവുക, അതേപോലെ പാർട്ടികളെ കൊണ്ടുപോകുക. സി പി ഐ പറഞ്ഞിട്ടുണ്ടോ? വിനോയ് വിശ്വമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാക്കന്മാരോ ഞങ്ങൾക്ക് ഇവരെ മടുത്തു, സി പി എമ്മിനും മടുത്തു, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പോയിട്ടേ ഇല്ല. എൽ ഡി എഫ് ഒറ്റക്കെട്ടാണ് എന്ന് എൽ ഡി എഫിന് ഇത്തരം വാർത്തകൾ നിറയുന്ന ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഉറപ്പായും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. അതാണ് നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞു വെച്ചത്. ഞാൻ സേനാപതി, നമുക്ക് ചുരുക്കത്തിൽ വേഗത്തിൽ അവസാനിക്കും. ഇപ്പോൾ ശെൽവരാജിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചു. പിന്നീട് എന്തായി ശെൽവരാജിൻ്റെ ഒരു രാഷ്ട്രീയം എന്നുള്ളത്? അത് വിസ്മരിക്കപ്പെട്ടു പോയ, അസ്തമിച്ചു പോയ ഒന്നായി തീർന്നില്ലേ? ഇപ്പോൾ ഐഷ പോറ്റിയൊക്കെയുള്ള ആളുകൾ സീറ്റിനു വേണ്ടി മത്സരിക്കാൻ മൂന്ന് ടേം എം എൽ എ ആയിരുന്നു, വീണ്ടും ആ സീറ്റ് ലഭിക്കുന്നില്ല എന്ന് വരുമ്പോൾ പിണങ്ങി മാറി നിൽക്കുന്നു. പാർലമെൻ്ററി ജീവിതമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ധരിക്കുന്നു. അപ്പോൾ അതാ വീണ്ടും നിങ്ങളുടെ കൂടെ കൂടുന്നു. ശെൽവരാജിനെ പോലെ ഒരു രാഷ്ട്രീയ കാലം അവരെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ സി പി എമ്മിന് കഴിയും എന്നുള്ള കാര്യത്തിൽ എന്താണ് സംശയം? കാരണം ആ അനുഭവങ്ങളും ഉദാഹരണങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇത്തരം കാലുമാറ്റത്തിൻ്റെ, കൂറുമാറ്റത്തിൻ്റെ ജീർണിച്ച രാഷ്ട്രീയം. ഇത് പുതിയ കാര്യമല്ല. ആ വഴിക്കല്ലേ ഐഷ പോറ്റിയും? അല്ല, ഒന്ന് അങ്ങും അനിൽകുമാറും പറഞ്ഞതിൽ വസ്തുതാപരമായൊരു വശമുണ്ട്. ശെൽവരാജ് ഞങ്ങളുടെ കൂട്ടത്തിൽ അപ്പുറത്തുനിന്ന് രാജിവെച്ച് വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുപ്പിൽ പിന്നീടോ പിന്നീട് എത്രയോ രാഷ്ട്രീയ അല്ല, ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇടതുപക്ഷത്തിൽ നിന്ന് രാജിവെച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ വന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ, എൻ്റെ ഓർമ്മ ശരി, ഞാൻ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സ്ഥിരമായി അവിടെ ഉണ്ടായിരുന്നാണ്. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പൊ തെരഞ്ഞെടുപ്പുകളിൽ എത്രയോ പ്രധാനപ്പെട്ട ആളുകൾ തോറ്റും ഒക്കെ മാറി നിൽക്കുന്നു. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലല്ലോ. കാലുമാറിയ ഒരാൾ തന്റെ നീക്കം, തന്റെ നിലപാട് ശരിയായിരുന്നു എന്ന് തെളിയിക്കണമെങ്കിൽ ആ നാട് കൂടെയുണ്ട്. തുടർച്ചയായി നിലപാട് ശരിയായിരുന്നു എന്നുള്ളതല്ലേ ആ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിലല്ലേ പരാജയപ്പെടേണ്ടത്? ആ തെരഞ്ഞെടുപ്പിന്റെ ഡീല് ശരിയായിരുന്നു എന്നുള്ളതുണ്ട്. പക്ഷേ ശെൽവരാജിന്റെ രാഷ്ട്രീയം ശരിയായില്ല എന്ന് വന്നത് തന്നെ ഐഷ പോറ്റിയും കാത്തിരിക്കുന്നില്ല, തർക്കത്തിനില്ല. ഞാൻ ചോദിക്കുന്നത് അതൊക്കെ പിന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആളുകൾ തോക്കുന്നത്. ആ പ്രസന്റ് അദ്ദേഹം മാറിയ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചു. പിന്നെ ഇപ്പൊ അനിൽകുമാർ പറഞ്ഞത് കോൺഗ്രസ് തിരുവനന്തപുരത്തുണ്ടോ? അനിൽകുമാർ ഇന്ന് വിഴിഞ്ഞത്ത് എന്താ പറഞ്ഞ ബൈ ഇലക്ഷൻ അല്ല, സ്ഥാനാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കാതെ വന്ന വിഴിഞ്ഞത്തെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നവരെയും അവിടെ പ്രതിപക്ഷമായിട്ട് ഇരിക്കുന്നവരെയും ഒക്കെ പിന്തുണ
കൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. നിയമസഭാ ലീഡിനെ കുറിച്ചാണ് അദ്ദേഹം വർത്തമാനകാലത്തെ പറഞ്ഞത്. പറയുന്നത്. സേനാപതി അദ്ദേഹം നിയമസഭാ ലീഡിനെ കുറിച്ച് അപ്പോൾ പോട്ടെ, നമുക്ക് അടുത്ത ദിവസം അത് ചർച്ച ചെയ്യാം, സമയം തീർന്നു. നിയമസഭയും പാർലമെന്റിലും ഒക്കെ ജനങ്ങളാണല്ലോ വോട്ട് ചെയ്യുന്നത്. ആ ജനങ്ങൾ വോട്ട് അതെന്ത് ചെയ്യുമ്പോൾ വർത്തമാനം? ഈ മനുഷ്യനല്ല, പിന്നെ ആരോ അല്ല, വോട്ട് ചെയ്യുക? അനിൽകുമാറിനോട് ഒറ്റ വാക്കേ ഉള്ളൂ, എങ്ങനെ നിങ്ങൾ തോറ്റുവെന്ന് ലളിതമായിട്ട് നിങ്ങളുടെ സഖാക്കളോടൊന്ന് വിവരിച്ചാൽ മതി. ഞങ്ങൾക്ക് തർക്കമില്ല, അത് അവർ ചെയ്യട്ടെ, അത് നമ്മുടെ ചർച്ചയുടെ വിഷയമല്ലല്ലോ. ഈ ശതമാനത്തിന്റെ കണക്കുകൾ മാത്രം പറഞ്ഞു ഞാൻ ശ്രീ അനിൽകുമാർ മുമ്പ് പറഞ്ഞതുപോലെ ശെൽവരാജിൻ്റെ തുടർച്ചയിൽ ആണ് വി ഡി സതീശൻ്റെ ആ ഒരു വിസ്മയ തുമ്പത്ത് ആ ചിറകിലേറിയാണ് ഇപ്പോൾ ഐഷ പോറ്റിയുടെ സഞ്ചാരം കോൺഗ്രസ്സുകാരിയായി. അതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിന് മുമ്പിലെ ഒരു പാഠമായി മാറാൻ പോകുന്നത് തന്നെയാണോ? CPM വിശ്വസിക്കുന്നത് അങ്ങനെയാണ്? അല്ല, രാഷ്ട്രീയത്തിൽ അവസരവാദികൾ എല്ലാ കാലത്തും ഉണ്ടാവും. അത്തരം അവസരവാദികൾ താൽക്കാലികമായി ചില വിജയങ്ങൾ നേടിയെന്നിരിക്കും. അതുകൊണ്ടൊന്നും ആത്യന്തികമായി രാഷ്ട്രീയ വിജയം ഉണ്ടാവാൻ പോകുന്നില്ല. ഇവിടെ ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു, ഇന്ത്യയിൽ മുഴുവൻ കോൺഗ്രസ് തോറ്റുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായ ശേഷം ഇന്ത്യയിൽ നടന്ന ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചോ? ഇല്ല. കേരളത്തിലെ തദ്ദേശത്തിൽ മാത്രം ജയിച്ചു. അതെന്താ അങ്ങനെ? അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പിന്നിൽ മുസ്ലിം ലീഗ് ഒരു ഏകീകരണത്തിന് പരിശ്രമിച്ചു. ആ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായി മലപ്പുറത്ത് പ്രതിപക്ഷമില്ലാതെയായി എന്നല്ലേ മുസ്ലിം ലീഗിൻ്റെ അവകാശവാദം. അതിൻ്റെ ഭാഗമായിട്ട് ഒരു കുതന്ത്രം നടന്നു. എന്താണ് കുതന്ത്രം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. നരേന്ദ്രമോദി നടപ്പാക്കുന്ന SIR പിണറായി വിജയൻ നടപ്പാക്കുന്നതാണെന്ന് മുസ്ലിം ലീഗ് അവതരിപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായി മതപരമായി രാഷ്ട്രീയ ഏകീകരണത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം മുസ്ലിം ലീഗ് നടത്തിയെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. നിഷേധിച്ചോ? അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ലീഗില്ല, അല്ല UDF ഇല്ല. ആ ലീഗിൻ്റെ അന്ത്യശാസനമാണ്. എന്താണ് അന്ത്യശാസനം? ഈ കേരള കോൺഗ്രസിൻ്റെ ഈ ജോസഫ് ഗ്രൂപ്പിനെ വെച്ച് നിങ്ങൾക്ക് കേരളത്തിൽ ജയിക്കാനാവില്ല. കോൺഗ്രസ് വടക്കോട്ട് തെക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പറയുന്നല്ലോ, തിരുവനന്തപുരം തൊട്ടിങ്ങോട്ട് ഉള്ള ജില്ലകൾ നോക്ക്. ഇനി ഒറ്റ ചോദ്യമേ ഉള്ളൂ, കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ. സുരേഷ് ഗോപി വിജയിച്ച തൃശ്ശൂർ മണ്ഡലത്തിൽ, തൃശ്ശൂർ ജില്ലയിൽ LDF ആണോ UDF ആണോ അതിജീവിച്ചത്? അല്ല, അത് തർക്കത്തിനൊന്നുമില്ല, അത് LDF ആണ്. അത് വിടാം, കോർപ്പറേഷനിൽ കോർപ്പറേഷനിൽ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം എന്താണ്? അതെ, അതിനർത്ഥം എന്താണ് ശരത്തെ? അതെ, അതിനർത്ഥം എന്താണ് ശരത്തെ? നേരിട്ട് UDFനെ BJPയെ പരാജയപ്പെടുത്താനുള്ള ശേഷി LDFനുണ്ട്. LDFന് ആ ശേഷി ഉണ്ടെന്ന് കണ്ടാൽ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളടക്കം നല്ല ബോധ്യത്തോടുകൂടി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. ഏതായാലും കേരളത്തിൽ സമാധാനം വേണം, വർഗീയ കലാപമില്ലാത്ത കേരളം വേണം. ഓക്കെ, ഏതായാലും ഇത് നിരന്തരം തുടർച്ചയായി ചർച്ച ചെയ്തു പോകുന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളും ഘടകങ്ങളും തന്നെയാണ്. അതിനിടയിലാണ് UDF വിപുലീകരണം എന്ന് പറയുന്ന ഒരു വലിയ ആഗ്രഹത്തോടെ ഒരു വിസ്മയം പോലെ പ്രതിപക്ഷ നേതാവ് കൊണ്ടു നടക്കുന്നത്. അത് അങ്ങേയറ്റം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. ആരും കേട്ടിട്ടില്ലാത്ത പല ആളുകളെയും കൂട്ടാൻ ശ്രമിക്കുന്നു. അതിൽ തന്നെയും ചില വിചിത്രമായ സംഭവങ്ങൾ മുൻപുണ്ടായി. അത് കഴിഞ്ഞതായി ഇപ്പോൾ LDFുമായി ബന്ധപ്പെട്ട് ഒരു നീക്കം നടത്താൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നടത്താൻ ശ്രമിച്ചു. തുടർച്ചയായി അത്തരം മാധ്യമ വാർത്തകൾ സൃഷ്ടിക്കുന്നു. ഇന്നും ജോസ് കെ മാണി അത് പൂർണ്ണമായും നിഷേധിച്ചു. അങ്ങനെ കഴുകൻ്റെ പുറത്തിരിക്കുന്ന കുരുവിയായി കോൺഗ്രസിനൊപ്പം സഞ്ചരിക്കുന്ന ജോസഫ് ഗ്രൂപ്പിനെയും കൂട്ടി നിങ്ങൾ സഞ്ചരിച്ചോളൂ എന്ന മട്ടിൽ തന്നെ അത് പറഞ്ഞു വെക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നും ആ നിലപാട് ആവർത്തിച്ചു. പക്ഷേ ഇത്തരം മാധ്യമ വാർത്തകൾ UDFന് കൂടുതൽ സഹായകരമാകും വിധത്തിലേക്ക് ഇങ്ങനെ പ്രചരിക്കുന്ന ഒരു നിലയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം. ഇതെല്ലാം കടന്നു വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്തത്.